പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗുരു സഞ്ചരിച്ച വഴികളിലൂടെ നാം തിരികെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സ്വരമാണ് ഗുരുവിൻ്റെ അറ്റ്ലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നല്ല ഉറക്കത്തിലേക്ക് പോകാനുള്ള മാനസിക വ്യാപാരത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗുരുവിൻ്റെ അറ്റ്ലസ്. തീർച്ചയായും ഈ വിഷയം ചെമ്പഴന്തിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു പ്രസക്തിയുണ്ട്. ഗുരു ഇവിടെ നിന്നാണ് തൻ്റെ ജീവിതത്തിൻ്റെയും സാംസ്കാരിക അന്വേഷണത്തിൻ്റെയും യാത്രകൾ ആരംഭിച്ചത്. അറ്റ്ലസ് എന്നത് ഗുരു എങ്ങോട്ടെല്ലാം പോയി, ഗുരു ഈ പ്രകൃതിയിൽ എവിടെയെല്ലാം സഞ്ചരിച്ചു, ഗുരു ഈ ഭൂമിയിൽ എവിടെല്ലാം നടന്ന് അവിടങ്ങളിലെ ആളുകളോട് വിനിമയം ചെയ്തു, ഗുരു ഏത് മട്ടിലുള്ള സ്ഥലങ്ങളെയാണ് നിർമ്മിച്ചെടുത്തത് എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു ജിയോഗ്രാഫിക്കൽ ഭൂമിശാസ്ത്രത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പഠനം എന്നാണ് ഗുരുവിൻ്റെ അറ്റ്ലസ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. നാം ഈ പഠനം നടത്തുന്ന കാലം വളരെ പ്രസക്തമാണ്. അത് ശ്രീനാരായണ പഠനങ്ങൾക്ക് വളരെ വിപുലമായ സാധ്യതകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഗുരു സമാധിയായ വർഷത്തിൻ്റെ 100-ാം വർഷത്തിലേക്ക് നാം എത്തിച്ചേരാൻ ഇനി 3 കൊല്ലം മാത്രമേ ഉള്ളൂ. ഈ 100 കൊല്ലം ഗുരുവില്ലാത്ത, ഗുരുവിൻ്റെ ഭൗതിക ശരീരമില്ലാത്ത ഈ 100 കൊല്ലം ഗുരുവിനെ എങ്ങനെയാണ് ലോകം നോക്കിക്കണ്ടത് എന്ന് പഠിക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടിയാണ് ശ്രീനാരായണ വിജ്ഞാനീയത്തിലൂടെ നാം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. ഒരു ചെറിയ വാക്യത്തിൽ നിന്ന് ഞാൻ ഈ ചിന്തയെ ആരംഭിക്കാം. ആ വാക്യത്തിൻ്റെ ഉടമ വളരെ ചെറിയ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് ഗ്രെറ്റ തെൻബർഗ് എന്നാണ്. അവൾ ഇന്ത്യക്കാരിയല്ല, അവൾ ഏഷ്യക്കാരിയുമല്ല. പക്ഷെ അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമിക്കു വേണ്ടിയും ഭൂമിയുടെ അന്തരീക്ഷത്തിനു വേണ്ടി, പ്രപഞ്ചത്തിനു വേണ്ടിയുമുള്ള സംഗീതത്തെയാണ്. ഗ്രെറ്റയെ ഏറ്റവും പ്രായം കുറഞ്ഞ കാലാവസ്ഥാ സമരപ്പോരാളി എന്ന നിലയിൽ പുതിയ തലമുറ വളരെ കാര്യമായി തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ മയക്കത്തിലേക്കൊക്കെ നമ്മൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഗ്രെറ്റയുടെ ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദ വേൾഡ് ഈസ് വെയ്ക്കിംഗ് അപ്പ്. ലോകം ഉണരാൻ പോവുകയാണ് എന്ന് പറയാൻ പറ്റുന്നൊരു വാക്യമാണ്. റൈറ്റ് ഹിയർ, റൈറ്റ് നൗ ഈസ് വെയർ വി ഡ്രോ ദ ലൈൻ. നമ്മൾ ഒരു വര വരയ്ക്കുന്നതിനെ കുറിച്ചാണ് ഗ്രെറ്റ പറയുന്നത്. പക്ഷേ നാം ഇതേവരെ വരച്ചിട്ടുള്ള വരകൾ ഭൂമിയുടെ മുകളിലുള്ള വരകളാണെങ്കിൽ, എന്ന് മാത്രമല്ല ഭൂമിയുടെ മുകളിൽ വരകൾ വരയ്ക്കാൻ പഠിച്ചിട്ടുള്ള നാം നമ്മുടെ പഴമൊഴികളിൽ പറഞ്ഞിട്ടുള്ളത് ജലത്തിൽ വര വരയ്ക്കരുതെന്നാണ്. ജലത്തിലെ വരയ്ക്ക് നിലനിൽപ്പില്ല എന്നാണെങ്കിൽ ഗ്രെറ്റയുടെ തലമുറ പറയുന്നത് നാം ഇനിമേൽ വരകൾ ജലത്തിലും അന്തരീക്ഷത്തിലും വരയ്ക്കണമെന്നാണ്. കാരണം അന്തരീക്ഷത്തിൻ്റെ ശുദ്ധിയെ നാം നമ്മുടെ വരകൾ കൊണ്ട് നിർണയിക്കണം. ആൻഡ് ചേഞ്ച് ഈസ് കമ്മിങ്. ആ വരകൾ മാറ്റങ്ങളെ കൊണ്ടുവരും. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. നിങ്ങളത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരയ്ക്കുന്ന വര, ഞാൻ ഉൾപ്പെടുന്ന പുതിയ തലമുറ ഗ്രെറ്റ പറയുകയാണ്, വരയ്ക്കുന്ന വര എൻ്റെ മാതാപിതാക്കളടക്കമുള്ള മുതിർന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഈ വരയാണ്
ഇനി വരുന്ന കാലത്ത് നിർണയിക്കാൻ പോകുന്നത് എന്ന് ഗ്രറ്റ പറയുന്നു. തീർച്ചയായും ഈ വരവരയ്ക്കുന്ന തലമുറകളോടാണ് ഭൂമിയെ മാറ്റിത്തീർക്കാൻ ഇതിനോടകം നിശ്ചയദാർഢ്യമെടുത്ത് മുൻപന്തിയിൽ ഇറങ്ങിത്തിരിച്ച പുതിയ തലമുറയോടാണ് നാം ശ്രീനാരായണനെ പറ്റി സംസാരിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു പഴകിയ വാക്കുകൾ മതിയാകുമോ? പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ മതിയോ? പറഞ്ഞതിനെ തന്നെ വീണ്ടും വീണ്ടും സ്ഥൂലാകൃതിയിൽ വിശദീകരിച്ചാൽ മതിയോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അവിടെയാണ് ശ്രീനാരായണ പഠനങ്ങൾക്ക് നാം വിജ്ഞാനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നത്. വിജ്ഞാനം ഏതു മട്ടിലാണോ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിനെയെല്ലാം ശ്രീനാരായണ ദർശനത്തിലേക്ക് സംയോജിപ്പിക്കാൻ കഴിയും എന്ന സാധ്യതയുള്ളതുകൊണ്ടാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിജ്ഞാന മേഖല എടുത്ത് പ്രയോഗിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം അവിടെ റദ്ദു ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ദർശനത്തിന് വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലെന്നാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നാം ഏത് വിജ്ഞാനത്തെ ശ്രീനാരായണ ദർശനത്തിലെടുത്ത് പ്രയോഗിച്ചാലും ഈ ദർശനം ആ വൈജ്ഞാനിക സമ്പത്തിനെ ഉൾക്കൊള്ളുക മാത്രമല്ല, അതിലൂടെ നമ്മുടെ തലച്ചോറുകളെ വികസിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് എൻ്റെ അനുഭവം. പ്രാഥമികമായ ഒരു പരിശോധന എന്ന നിലയിൽ ഞാൻ 50 മേഖലകളിലാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്. മതം, മതനിരാസം, കവിത, കല, ശാസ്ത്രം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പൊളിറ്റിക്സ്, ഇങ്ങനെ 50 മേഖലകളിൽ ഇതിനോടകം പഠനം നടത്താനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നടത്തിയ ഈ 50 കാര്യങ്ങളും ദർശനത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നു എന്നതാണ് എൻ്റെ അനുഭവം. അതാണ് എനിക്കിവിടെ പറയാനുള്ള ആമുഖം. മറ്റൊന്ന്, ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യസ്വാമികൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിമനോഹരമാണത്. ഗുഹായാം ഗേഹേ വ ബഹിരബി വനേ വ അദ്രിശിഖരേ ജലേ വ വഹ്നൗ വാ വസന്തു വസതേ കിം ബദഫലം സദാ യസ്യൈവാന്ത കരണമഭി ശംഭോ തവ പദേ സ്ഥിതം ചേദ്യോഗോ അസൗ സ ച പരമയോഗി സച്ച സുഖീ. ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഗുഹയിലോ വീട്ടിലോ, ഗുഹായാം ഗേഹേ ബഹി അപി വനേ വാ അദ്രിശിഖരേ, പുറത്തോ കാട്ടിലോ മലമുകളിലോ, ജലേ വാ വഹ്നൗ വാ വസതു വസതേ, വെള്ളത്തിലോ അഗ്നിയിലോ, എവിടെ വസിച്ചാലും കിം ബദഫലം, എന്താണ് അതുകൊണ്ടുള്ള ഫലം? ശംഭോ, അല്ലയോ ശിവനെ, ആരുടെ മനസ്സ് അങ്ങയുടെ പാദങ്ങളിൽ തന്നെ ഇരിക്കുന്നുവോ എങ്കിൽ അവർ തന്നെ പരമയോഗിയും പരമസുഖിയും എന്ന് ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യസ്വാമികൾ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പ്രയോഗത്തിൻ്റെ സാധ്യതയെ അന്വേഷിച്ചാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ വഴികൾക്ക് പിറകെ സഞ്ചരിച്ചത്. എൻ്റെ വർത്തമാനം ആ ടോണിനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഗുരു ശിവനെ അന്വേഷിച്ച് അരുവിപ്പുറത്ത് ചെന്നത്, ഗുരു മലമുകളിൽ കയറി നിന്നത്, ശിവഗിരിക്ക് ശിവഗിരി എന്ന് പേര് കൊടുത്തത്, സാക്ഷാൽ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പുറത്ത് തൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരു പ്രതിമ തവറലി രൂപപ്പെടുത്തുമ്പോൾ ആ പ്രതിമയെ നോക്കിയിട്ട് ഗുരു പുഞ്ചിരിച്ചത്, അദ്വൈതാശ്രമത്തിൻ്റെ കരയിൽ ശങ്കരാചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരിയും ശിവാനന്ദ ലഹരിയും സർവവേദാന്ത സാരസംഗ്രഹവും ധ്യാനിച്ചുകൊണ്ട് ശ്രീനാരായണൻ നിന്നത്. ഇവിടെയെല്ലാം വീട്ടിലായാലെന്ത്, അഗ്നിയിലായാലെന്ത്, കാറ്റിലായാലെന്ത്, കടപ്പുറത്തായാലെന്ത്, പക്ഷേ ശംഭോ അങ്ങയുടെ പാദകമലങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ പരമയോഗിയും പരമഹംസനുമായി തീരുന്നത് എന്ന ധ്യാനാത്മകത ശ്രീനാരായണനിലുണ്ടായിരുന്നു. ഇതിത്രയും ആമുഖം. ഞാൻ പൂത്തോട്ടയ്ക്കും പെരുമ്പളത്തിനും അടുത്തുള്ള, ഞാൻ അതിനെ പറ്റിയിട്ട് നമ്മുടെ
ശിശുപാലൻ സാറ് ഡയറക്ടറായിരിക്കുന്ന ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞു. പൂത്തോട്ടയ്ക്കും പെരുമ്പളയ്ക്കും ഒരു ട്രയാങ്കിളായിട്ട് വരയ്ക്കാമെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ തുഞ്ചമായിരിക്കുന്ന പെരുമ്പളം എന്ന ദ്വീപിൽ വർത്തമാനം പറയാൻ പോയി. എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കാട്ടുനട ക്ഷേത്രത്തിന് മുന്നിലെ ശ്രീനാരായണ സദസ്സിൽ സംസാരം ആരംഭിച്ചത്. ഈ പെരുമ്പളത്തെ ഗുരുപാദം സ്വാശ്രയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ സെമിനാറിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഭാരവാഹികളിൽ ഒരാളോട് ചോദിച്ചു, ശ്രീനാരായണ ഗുരു പെരുമ്പളത്ത് വന്നിട്ടുണ്ടോ? ഇതൊരു ദ്വീപാണല്ലോ. ഈ പൂത്തോട്ടയിൽ നിന്ന് അല്ലെങ്കിൽ പാണാവള്ളി എന്ന സ്ഥലത്തു നിന്ന് ഈ രണ്ടിടത്തും ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പൂത്തോട്ട പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, പാണാവള്ളിയിലും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലവും ആ തടാകത്തിൻ്റെ ജലശേഖരത്തിൻ്റെ കരയിലാണ്. പക്ഷെ പെരുമ്പളം ദ്വീപ് ഇരിക്കുന്നത് ഈ ജലാശയത്തിൻ്റെ മധ്യത്തിലാണ്. അവിടേക്ക് നമുക്ക് പാണാവള്ളിയിൽ നിന്നൊരു ബോട്ടിലോ വള്ളത്തിലോ സഞ്ചരിച്ചെത്താം. പൂത്തോട്ട വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ഈ 2025 പൂത്തോട്ടയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം 2025 ഒരു വലിയ സമരത്തിൻ്റെ 100-ാം കൊല്ലമായി നാം ആചരിച്ചു വരികയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം കൊല്ലം. വൈക്കം സത്യാഗ്രഹം നാം ജീവിക്കുന്ന ഈ കാലത്തും വളരെ പ്രസക്തമായ ഒരു സമരമാണ്. ഇന്നും ചില കാര്യങ്ങളിൽ ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ക്ഷേത്രം മാത്രമല്ല കേട്ടോ, ഗുരു പറയുന്ന കണക്ക് വെച്ചാൽ പള്ളിയിലും പ്രവേശനമില്ല. ആരാധനാലയങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും പ്രവേശനമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസികൾക്കെല്ലാം ആരാധനാ സമ്പ്രദായത്തിൻ്റെ സമ്പൂർണ്ണ കാര്യങ്ങളിലും നമ്മൾ പ്രവേശനം ഇതുവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ചിലയിടത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ചിലയിടത്ത് ചില ജാതിയിൽപ്പെട്ടവർ എന്ന് പറയുന്നവർക്ക് പ്രവേശനമില്ല. പക്ഷെ അകത്തിരിക്കുന്ന ഈശ്വരൻ സർവരുടേതുമാണ്. ഈ അസമത്വത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണൻ ഒരുപക്ഷെ ഇന്നും നമ്മുടെ തലയിൽ നേരെ കയറാത്ത ആ 4 വരി കവിത എഴുതി വെച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരു ഈ വരി നമുക്ക് ആവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഗുരു പറഞ്ഞതിൻ്റെ അന്തസാരം നമ്മൾ കുറച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇതൊരു ശ്രീകോവിലാണ് എന്ന് സങ്കല്പിക്കുക, ഭഗവാൻ ഇരിക്കുന്ന ഇടമാണിതെന്ന് സങ്കല്പിക്കുക. ആ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ വഴിക്കലൂടെ നടക്കാൻ അവകാശമില്ലാത്ത കാലത്താണല്ലോ വൈക്കം സത്യാഗ്രഹം രൂപപ്പെടുന്നത്, ആ വഴിയിലൂടെ നടക്കാൻ. പക്ഷെ ആ സമരം നടക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഗുരു ഒരു ദൈവത്തെ, ശിവനെ, ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞ കാര്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ്റെ അടുക്കലേക്ക് സകലമാന ജാതികൾക്കും പ്രവേശനമുണ്ടാകണം. ആ ജാതി എന്ന് പറഞ്ഞാൽ നായർ, നമ്പൂതിരി, ഈഴവ ജാതി എന്ന് മാത്രമല്ല, അത് ആണും പെണ്ണും തരമനുസരിച്ച് 2 ജാതിയായി പരിഗണിച്ചാൽ അതും പരിഗണിക്കണം എന്ന് മാത്രമല്ല, മനുഷ്യർ ചിലപ്പോൾ കരുതുന്നത് ഞാനിരിക്കുന്നിടത്ത് ഇതര ജീവജാലങ്ങൾ വന്നുകൂടാ എന്നാണ്. അപ്പോൾ ആ ജീവജാലങ്ങൾക്കും അവിടെ പ്രവേശിക്കാൻ പറ്റണം. ആ ജാതിഭേദങ്ങൾ അവസാനിക്കുകയും മതദ്വേഷങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ ഒരിടമാണ് ഇത് എന്നതാണ് ശ്രീനാരായണൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. സാഹോദര്യമെന്ന് പറഞ്ഞാൽ അത് ഉദരം എന്ന ശരീര അവയവവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. ഉദരമെന്ന് പറഞ്ഞാൽ വയറാണ്. ഒരേ വയറ്റിൽ നിന്ന് വരുന്നവരെയാണ് നമ്മൾ സഹോദരർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പെങ്ങള് എനിക്ക് സഹോദരിയായിരിക്കുന്നത്. ഈ ബോധം ഉണ്ടാകാനാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ സ്കൂളിലെ പ്ലഡ്ജിൽ എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അക്കാലത്ത് നമ്മൾ തമാശയ്ക്ക് ചോദിച്ചിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എൻ്റെ സഹോദരിയാവുകയാണെങ്കിൽ പിന്നെ ഞാനെങ്ങനെ അവളെ കല്യാണം കഴിക്കുമെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ചോദിച്ചിരുന്നു.
അന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് മാഷുമാർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഹോദരിതയല്ല ആ സഹോദരിത. നിങ്ങൾ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ അവരെ നമ്മുടെ സഹോദരങ്ങളെപ്പോലെ പരിഗണിക്കണമെന്നത് നമ്മളെല്ലാവരും പിറന്നത് ഒരു ഉദരത്തിൽ നിന്നാണ് എന്ന അസാമാന്യമായ പ്രപഞ്ചബോധത്തിൻ്റെ അടിസ്ഥാന ദർശനം വിശ്വാസത്തിലും ഭക്തിയിലും ജീവിതത്തിലും ഉണ്ടാകണമെന്ന് പറയുന്ന ഏറ്റവും ആധുനികമായൊരു തത്വചിന്തയാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് വെച്ചു തന്നെ പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞാൽ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നതിന് ഏതാണ്ട് ഒരു ദശകം മുമ്പാണ് ശ്രീനാരായണ ഗുരു വാരാണപ്പള്ളിയിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനും കുറച്ചു കാലം മുൻപാണ് ചെമ്പഴന്തിയിലെ മണക്കൽ ക്ഷേത്രത്തിൽ അദ്ദേഹം ഏകാഗിയായി തപസ്സിരുന്നത്. അതിനും ഒരു 5-6 കൊല്ലം മുമ്പാണ് അദ്ദേഹം നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് കാറ്റുകൊണ്ടും വെയിലുകൊണ്ടും ഒക്കെ നടന്ന് സഞ്ചരിച്ചത്. ഗുരു ഇവിടെ ജീവിച്ച കാലത്ത് നിന്ന് ഏറെ ദൂരെയല്ലാത്തൊരു കാലത്ത്, ചെറുപ്പത്തിൻ്റെ ഒരു കാലത്ത് തന്നെ ഇന്നും തകർക്കാൻ പറ്റാത്ത ഒരു തത്വദർശനത്തിന് അരുവിപ്പുറത്ത് രൂപം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗുരു എത്ര വലിയ ഫിലോസഫറാണ് എന്ന് ആലോചിക്കണം. ആ ഗുരു പ്രതിഷ്ഠിച്ച ഒരു സ്ഥലമാണ് പൂത്തോട്ട. ഗുരു പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു സ്ഥലമാണ് പാണാവള്ളി. ഈ പൂത്തോട്ടയിലാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമര നേതാവും കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും വിമോചന സമര ചരിത്രത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും വലിയ സ്ഥാനങ്ങൾക്ക് ഇരിപ്പിടങ്ങൾക്ക് അർഹനായ TK മാധവൻ തൻ്റെ സാമൂഹിക വിമോചന പ്രവർത്തനങ്ങൾ ആരംഭിച്ച സ്ഥലമാണ് പൂത്തോട്ട. ആ പൂത്തോട്ടയും പാണാവള്ളിയിലും ശ്രീനാരായണ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലത്തു നിന്നും നമുക്ക് പെരുമ്പളം എന്ന് പറയുന്നിടത്തേക്ക് വരാം. അപ്പോൾ പെരുമ്പളത്ത് ചെന്നപ്പോൾ എനിക്കൊരു കൗതുകം, ഈ അറ്റ്ലസ് മനസ്സിലുള്ളത് കൊണ്ടാണ്. ഗുരു നടന്നു പോയ വഴികൾ കാണാൻ പറ്റുമോ? ഗുരു ചവിട്ടിയ മണ്ണിനെ തൊടാൻ പറ്റുമോ? ഗുരു ഇരുന്ന സ്ഥലത്തെ കാറ്റ് കൊള്ളാൻ പറ്റുമോ? ഗുരു സംസാരിച്ച മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുമോ? ഇതൊക്കെ എൻ്റെ ഒരു കൗതുകം മാത്രമല്ല. ഞാൻ കണ്ണും കാതുമൊക്കെ തുറന്നു വെച്ചിട്ട് ഇവിടെയാണ് ഗുരു ഇരുന്നത്, ഗുരു ഇങ്ങനെയാണ് നടന്നു പോയത്, ഗുരു ഈ വഴിയിലൂടെയാണ് ആ പുഴ കടന്നു പോയത്. അപ്പോൾ ഈ പെരുമ്പളത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഭാരവാഹിയോട് ഞാൻ ചോദിച്ചു, ഗുരു പെരുമ്പളത്ത് വന്നിട്ടുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടിയാണ് ഈ ഗുരുവിൻ്റെ അറ്റ്ലസ് എന്ന ലേഖനത്തിൻ്റെ തുടക്കമായി, എപ്പിഗ്രാഫായി, താക്കോൽ വാക്യമായി ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. പൂത്തോട്ടയിൽ പ്രതിഷ്ഠയ്ക്ക് വന്ന ഗുരു അക്കരെ നിന്ന് പെരുമ്പളത്തെ നോക്കി നിന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്കൊരു വള്ളത്തിൽ പെരുമ്പളത്തേക്ക് പോകാമോ എന്ന് ഗുരു ചോദിച്ചിട്ടില്ല. പൂത്തോട്ടയിൽ നിന്നിട്ട് പ്രതിഷ്ഠയ്ക്ക് മുന്നെയോ പ്രതിഷ്ഠയ്ക്ക് ശേഷമോ അദ്ദേഹം പെരുമ്പളത്തെ ഒന്ന് നോക്കി നിന്നിട്ടുണ്ട്. സത്യത്തിൽ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഗുരു ഒന്ന് നോക്കിയതേ ഉള്ളൂ നിങ്ങളുടെ പെരുമ്പളത്തെ. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇത്രയും വലിയൊരു ശ്രീനാരായണ സമൂഹം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുരു പെരുമ്പളത്തേക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും പെരുമ്പളത്തിൻ്റെ അവസ്ഥ എന്ന് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ അറ്റ്ലസിനെ നിർമ്മിച്ചെടുക്കുന്നത്. അതൊരു പക്ഷേ ഗുരുവിൻ്റെ കൃതികളിൽ നിന്ന് മാത്രം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ഗുരുവിൻ്റെ ജീവചരിത്രങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെയാണ് ഗുരുവിൻ്റെ സഞ്ചാര ഭൂപടം പ്രവർത്തിക്കുന്നത്. ഗുരു എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരാൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. താങ്കൾ ഈ വഴി നടന്ന് ഈ വഴി എത്തിച്ചേരണം എന്ന് ഗുരുവിനോട് ഒരു ഗുരുവും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവ്, അദ്ദേഹത്തിൻ്റെ മനസാക്ഷി പറഞ്ഞ വഴികളിലൂടെ ഗുരു സഞ്ചരിച്ചു. ആ വഴികളെല്ലാം ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ വൈദ്യുത കാന്തിക പ്രസരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളായി മാറിയത് കൊണ്ടാണ് സത്യത്തിൽ വർഷാവർഷം ചെമ്പഴന്തിയിലും ശിവഗിരിയിലും ഇപ്പോൾ കേരളത്തിലെ അസംഖ്യം സ്ഥലങ്ങളിൽ ശ്രീനാരായണ സദസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രീനാരായണ ദർശനത്തിന് മാത്രം അവകാശപ്പെട്ട അസുലഭമായ ഒരു ശക്തിവിശേഷമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടങ്ങളിലൊന്നും ഭേദബുദ്ധിയുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഇവിടങ്ങളിലൊന്നും മതവിദ്വേഷം പ്രസരിപ്പിക്കപ്പെടുന്നതായി എനിക്ക് തോന്നുന്നില്ല.
ഈ ചർച്ചകൾ നടക്കുന്ന ഒരിടത്തും വൈജ്ഞാനിക ധാരകളോട് വെറുപ്പ് പ്രഖ്യാപിക്കുന്നതായി എനിക്ക് തോന്നുന്നതേയില്ല. ഗുരു ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്കും എത്തിച്ചേർന്നിട്ടുള്ളത്. ഗുരു പെരുങ്ങാല കൊച്ചുനാരായണൻ വൈദ്യരോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായി മുലൂർ കേട്ടിട്ടുണ്ട്. ഗുരു എങ്ങനെ സഞ്ചരിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തീരെ ചെറുപ്പത്തിൽ പോലും നാണു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഒരിക്കൽ നാണുവിനെ കാണാതെ വിഷമിച്ച് ഒരു മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം പിറ്റേന്ന് നാണുവിനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ സന്ദർഭത്തെ വായിച്ചത് എർലിൻ കാഗയുടെ മൗനത്തെക്കുറിച്ചിട്ടുള്ളൊരു പുസ്തകത്തെ മുൻനിർത്തിയിട്ടാണ്. ആ സംഭവം നടന്ന സ്ഥലമാണ് ചെമ്പഴന്തി. മുത്തശ്ശി മരിച്ചു, ആളുകളെല്ലാം സങ്കടപ്പെട്ടു. മുത്തശ്ശിയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇവിടെ എവിടെയോ ആണ് ആ സംഭവം നടന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വീട് മുറ്റത്തായിരിക്കണം, വയൽവാരത്തിൻ്റെ മുറ്റത്ത്. കുഞ്ഞിനെ കാണാതെ എല്ലാവരും ഓട്ടമായി. കുറച്ച് പേർ ഈ വഴി ഓടി, കുറച്ച് പേർ ആ വഴി ഓടി, കുറച്ച് പേർ വീടിൻ്റെ പിന്നാലെ ഓടി, കുറച്ച് പേർ താഴെ ഏലാക്കരയിലേക്ക് ഓടി, കുറച്ച് പേർ ക്ഷേത്രത്തിൻ്റെ അടുത്തോടി. കുഞ്ഞിനെ കാണുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട്, നാണുക്കുഞ്ഞ് ആ അമ്പലത്തിനടുക്കൽ കാട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു, കുഞ്ഞിനെ ഞാൻ കൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നു, ഈ ചോദ്യമൊക്കെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റണം. അവൻ നടന്നുപോയ വഴികൾ ആ കുട്ടിയുടെ മനസ്സിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഏത് പറങ്കിമാവിൻ കൊമ്പിലാണ് കയറിയിരുന്ന് ധ്യാനിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ആ കുട്ടിയുടെ മനസ്സിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന് അസുഖം വന്ന കാലത്ത് ദേവീസ്തോത്രങ്ങൾ ഉദ്ധരിച്ചും ശങ്കരാചാര്യ കൃതികൾ ഉദ്ധരിച്ചും മരണത്തെ തന്നെ ഉപാസിച്ചും എങ്ങനെ രോഗത്തെ ഭേദമാക്കി എന്ന് നാം വായിക്കുന്നത് പോലെ ഏത് മരക്കൊമ്പിലിരുന്ന് ഏത് സ്തോത്രമാണ് ചൊല്ലേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഈ കുഞ്ഞു നാണുവിനറിയാം. അപ്പോൾ നാണുവിനോട് വീട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? ഞാൻ കാട്ടിൽ പോയി ഒറ്റയ്ക്കിരുന്നു. നിനക്ക് പേടി തോന്നിയില്ലേ? ഞാനെന്തിന് പേടിക്കണം? നീ എന്തിന് ഞങ്ങളോടൊന്നും പറയാതെ കാട്ടിൽ പോയിരുന്നു? ഇത് നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കാറില്ല. അപൂർവം കുട്ടികളോട് മാത്രമേ ഇങ്ങനെ ചോദിക്കാൻ മാതാപിതാക്കൾക്ക് അവസരം കിട്ടൂ. കാരണം പിൽക്കാലത്ത് വളരാനിരിക്കുന്ന വളർച്ചയുടെ ആ സ്ഫുരണങ്ങൾ ഈ കുട്ടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെ എന്ന് വെളിപ്പെടുകയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ കഥയിലുണ്ടല്ലോ, വാ തുറന്നപ്പോൾ അണ്ഡകടാഹം മുഴുവൻ ആ കുഞ്ഞിൻ്റെ വായയിൽ കാണുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മഹാപ്രതിഭ രൂപപ്പെടുന്ന സന്ദർഭമാണിത്. ഒരുപക്ഷെ പിൽക്കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ചില കൃതികളിൽ തൻ്റെ കുട്ടിക്കാലത്തെ ഈ അനുഭവങ്ങളെ രസകരമായി വർണ്ണിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹ കാലത്തെ ഒരു സംഭവമാണത്. വീട്ടിൽ ബഷീറിനെ കാണാതെ അമ്മ അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞ് ബഷീർ തിരിച്ചു വന്നു. അവൻ ഓടി വന്നിട്ട് പറയുകയാണ്, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടു. ആ തൊട്ട വിരൽ ബഷീർ ഉമ്മാക്ക് കൊടുക്കുന്നുണ്ട് ചുംബിക്കാൻ വേണ്ടി. ഗാന്ധിയെ തൊട്ട ബഷീറിൻ്റെ വിരലിനെ ഉമ്മ ചുംബിക്കുന്നു. ഇത് ചരിത്രത്തെ കുട്ടിയായ ഞാൻ സ്പർശിക്കുമ്പോൾ അനുഭവിച്ച അനുഭൂതിയെക്കുറിച്ച് ഒരു മാതാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് തിരിച്ചറിയാൻ നമ്മുടെ കാലത്തെ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞ് വാ തുറന്നിട്ട് ഇതാ അണ്ടകടാഹമെന്ന് പറയുമ്പോൾ, നീ പേ പറയുകയാണ് എന്ന് പറയുമ്പോൾ കൃഷ്ണൻ്റെ ബാല്യകാലത്തെ കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. കുഞ്ഞ് നാണുവിനോട് എവിടെ പോയിരുന്നു എന്ന അമ്മയുടെ ചോദ്യം. നാണു പറയുന്നത് അസാധാരണമായൊരു ദർശനമാണ്. അമ്മ, മുത്തശ്ശി മരിച്ച സമയത്ത് നിങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് കരയുകയായിരുന്നു. നിങ്ങളുടെ കരച്ചിൽ കണ്ട് എനിക്കും വന്നു സങ്കടം. പക്ഷേ മുത്തശ്ശിയുടെ ശരീരത്തെ അടക്കം ചെയ്യാൻ എടുത്തുകൊണ്ടു പോയതിന് ശേഷം ഇവിടെ മുറുക്കാൻ തീറ്റയും തമാശ പറച്ചിലും വെടിപറച്ചിലും നിങ്ങളുടെ പൊട്ടിച്ചിരിയും അട്ടഹാസവും കേട്ടപ്പോൾ എനിക്ക് എൻ്റെ സങ്കടം ഇരട്ടിച്ചു. നിങ്ങളെല്ലാം കള്ളം കാണിക്കുന്നവരാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ സങ്കടത്തെ ഞാൻ ആരോട് പറയും എന്നതാണ് ചോദ്യം. ഇതിനാണ് ഞാൻ എർലിൻ കാഗയെ വ്യാഖ്യാനിക്കാൻ എടുക്കുന്നത്. സത്യത്തിൽ
അപാരമായ മൗനത്തെ, അസാധാരണമായ ഏകാന്തതയെ തൻ്റെ ശരീരത്തിലേക്ക് ആവഹിക്കാനും സംവഹിക്കാനും അതിനോട് സംവദിക്കാനും കഴിയാത്ത ഒരു പ്രതിഭയ്ക്ക് ഇത്രയും നേരം ഏകാന്തമായി ഇരിക്കാൻ പറ്റില്ല. ഗുരു അവിടെ ഇരുന്നത് 1-2 മിനിറ്റ് അല്ല, മണിക്കൂറുകൾ ഈ കുട്ടി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കുഞ്ഞിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഈ ദർശനത്തെ പറയാൻ കഴിയുന്ന പക്വത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അത് തന്നെയാണല്ലോ ഒരു 10-18 വയസ്സായ കാലത്ത്, അക്കാലമായപ്പോഴേക്കും ഗുരു കുറെ കൂടി പക്വമായി. 18 വയസ്സുകാലത്ത് വസൂരി ബാധിച്ചപ്പോൾ ഏറെ നാൾ അദ്ദേഹത്തെ കാണാതായി. പക്ഷേ വീട്ടുകാർ അന്വേഷിച്ചില്ല. അന്വേഷിക്കാത്തതിനൊരു കാരണമുണ്ട്. നാണുവിനൊരു സ്വഭാവമുണ്ട്. അദ്ദേഹം ഇടക്കിടയ്ക്ക് പറയാതെ ബന്ധുവീടുകളിലേക്ക് പോകും. അങ്ങനെ അഞ്ചുതെങ്ങിലേക്കും കായിക്കര ഭാഗത്തേക്കുമുള്ള ബന്ധുവീടുകളിലേക്ക് അലഞ്ഞു തിരിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വരും. പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞ് തിരിച്ചു വന്ന നാണു പറയുകയാണ്, ഞാൻ ഈ പരിസരങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഏകാന്തമായി ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു, എനിക്ക് വസൂരി ബാധിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരായ വൈദ്യർ, കൃഷ്ണൻ വൈദ്യരടക്കം സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഔഷധം കഴിച്ചിട്ടാണ് നിന്റെ അസുഖത്തെ ഭേദപ്പെടുത്തിയത്? അതേതാണെന്ന് കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ രോഗത്തിൻ്റെ പീഡ എന്ന് പറഞ്ഞാൽ അതിൽ ട്രോമയാണ്. ഒരു പ്രതിഭ തൻ്റെ ശരീരം നേരിടുന്ന വേദനയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നും ആ വേദനയെപ്പറ്റി എങ്ങനെ മറ്റൊരാളോട് പറയുമെന്നും അറിയാൻ നമ്മൾ ചിലപ്പോൾ ലിറ്ററേച്ചറിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. അതിലൊരു ഉദാഹരണം വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. വയലാറിൻ്റെ യൗവനകാലത്ത് അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം ഒരു പ്രത്യേക അലർജി പിടിപെടുകയുണ്ടായി. വല്ലാത്ത വേദനയാണ്. അപ്പോൾ വയലാർ പറയുന്നുണ്ട്, വീട്ടിലിരുന്നാൽ കേൾക്കാം, പുറത്ത് സ്വാതന്ത്ര്യ സമരവും കൊടുമ്പിരി കൊള്ളുകയാണ്. എനിക്ക് വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല? ഇത് വയലാർ ഒരു കത്തിലൂടെയാണ് നമ്മളെ അറിയിക്കുന്നത്. ലളിതാംബിക അന്തർജനത്തിന് എഴുതിയ കത്താണ്. എൻ്റെ സഹോദരിയായ ലളിതാംബിക അന്തർജനമേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന അസ്വസ്ഥത എനിക്ക് പറയാൻ പറ്റുന്നില്ല. വേദനയെ ഞാൻ അതിജീവിക്കും. ഈ വേദനയെപ്പറ്റി ഒരു പ്രതിഭ തൻ്റെ കവിതയോടും മറ്റൊരു പ്രതിഭയോടും സംവദിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഡയലോഗാണിത്. ഇതാണ് ശ്രീനാരായണൻ തൻ്റെ അമ്മാവന്മാരോട് പറയുന്നത്. എൻ്റെ ശരീരത്തിൽ വസൂരിയുടെ പാടുകളുണ്ടായിരുന്നു, വസൂരിയുടെ വേദനയുണ്ടായിരുന്നു. നീ ഇതെങ്ങനെ അതിജീവിച്ചു? നീ ഇത് ഓരോ നിമിഷവും എങ്ങനെ തള്ളി നീക്കി? ഞാൻ ഈശ്വരനോട് സംസാരിച്ചു, ഞാൻ ദേവിയോട് സംസാരിച്ചു, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു. ഇത് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല, വിനിമയമല്ല. ഈ കമ്മ്യൂണിക്കേഷനാണ് സത്യത്തിൽ വരണപ്പള്ളിയിലെ താമസകാലത്ത് ശ്രീനാരായണൻ എഴുതിയ കൃതികളിലുമുള്ളത്. അക്കാലത്താണല്ലോ ഗുരു വാസുദേവാഷ്ടകം എഴുതുന്നത്, വിനായകാഷ്ടം എഴുതുന്നത്, കാളി കവിത എഴുതുന്നത്, കാളിസ്തുതി എഴുതുന്നത്, സുബ്രഹ്മണ്യനെക്കുറിച്ച് കൃതി എഴുതുന്നത്. ഈ കൃതികളിലെല്ലാം ഏകാന്തതയും മൗനവും എങ്ങനെയാണ് ഗുരു അനുഭവിച്ചത് എന്നുള്ളതിൻ്റെ മുദ്രകൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കാലത്തെ ഗുരുവിൻ്റെ സഞ്ചാരത്തെപ്പറ്റി കൃത്യമായി നമുക്കിന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തൻ്റെ സഞ്ചാരത്തെപ്പറ്റി പെരുങ്ങാല കൊച്ചുനാരായണൻ വൈദ്യരോട് ശ്രീനാരായണ ഗുരു ഇങ്ങനെ സംസാരിക്കുന്നത് മുലൂർ പത്മനാഭ പണിക്കർ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. മുലൂർ ആ കേട്ടതിനെപ്പറ്റി മുലൂർ കുറിച്ചിട്ടുണ്ട്. മുലൂർ കുറിച്ചിട്ടതിൽ നിന്നാണ് പിൽക്കാലത്ത് മൂർക്കോത്തും അല്ലെങ്കിൽ ഓമന ടീച്ചറും സാനുമാഷും അടക്കമുള്ളവർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരത്തെപ്പറ്റി എഴുതിയിട്ടുള്ളത്. ഗുരു പറയുകയാണ്, നാം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന അവസരങ്ങളിൽ രാത്രിയിൽ കടപ്പുറത്ത് പോയി മുക്കുവന്മാരുടെ പൊങ്ങുതടികളിൽ കിടന്നുറങ്ങുക പതിവായിരുന്നു. അത് വാക്യങ്ങൾ സത്യത്തിൽ ഇതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഗുരുവിൻ്റെ ദർശനത്തെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഗുരുവിൻ്റെ നർമ്മങ്ങൾ, ഗുരുവിൻ്റെ കവിതകൾ, ഗുരു പറഞ്ഞ വാക്യങ്ങൾ നാം കുട്ടികളെ യഥേഷ്ടം പഠിപ്പിക്കണം. കാരണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവയല്ല. ഒന്നും വേണ്ട, വെറുതെ ഇരുന്നിട്ട്
നമ്മൾ ഭാർഗവൻ വൈദ്യരൊക്കെ എഡിറ്റ് ചെയ്ത ഗുരുവിൻ്റെ നർമ്മമുണ്ടല്ലോ, അല്ലെങ്കിൽ ഭാസ്കരൻ സാർ എഴുതിയ ശ്രീനാരായണ വൈഖരിയുണ്ട്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ നർമ്മോക്തികളെക്കുറിച്ച് പലരും ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് കുട്ടികളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നാം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലത്ത് രാത്രിയിൽ കടപ്പുറത്ത് പോയി മുക്കുവന്മാരുടെ പൊങ്ങുതടികളിൽ കിടന്നുറങ്ങുക പതിവായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം ആ പൊങ്ങുതടികളിൽ ഏതെങ്കിലും കടപ്പുറത്തുണ്ടോ എന്നുള്ളതാണ്. കുറച്ച് നേരം അതിൽ നിന്നിങ്ങനെ കിടക്കാൻ പറ്റുമോ? ആ പൊങ്ങുതടികൾ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കട്ടമരത്തെക്കുറിച്ചും വള്ളത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉപേക്ഷിക്കപ്പെട്ട കട്ടമരവും വള്ളവും ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ, ഈ അടുത്ത കാലത്ത് കുന്നിക്കോട് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തൊരു സ്ഥലമുണ്ടല്ലോ, ഞാൻ ജനിച്ച പട്ടാഴിയിൽ നിന്ന് ഏറെ ദൂരമല്ല കുന്നിക്കോട്. കുന്നിക്കോടിൻ്റെ ഒരു അമ്മായി താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതുവരെ ഒരു ധാരണയുണ്ട്, ശ്രീനാരായണ ഗുരു ഈ വഴിയെ പോയിട്ടില്ല, കുന്നിക്കോട് പോയതിനെക്കുറിച്ച് ഒരു തെളിവുമില്ല. അദ്ദേഹം പുനലൂരൊക്കെ വന്നിട്ടുണ്ടാവാം. ബഷീർ സാറൊക്കെ പ്രസംഗിക്കുമ്പോൾ പുനലൂരിലൂടെയൊക്കെ ശ്രീനാരായണ ഗുരു സഞ്ചരിച്ചതിനെക്കുറിച്ചിട്ടുള്ള റെഫറൻസസ് ഉണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മായി എന്നോട് പറയാണ്, നീ ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്ന ആളാണല്ലോ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏറെ ദൂരെയല്ലാതെ അപ്പുറത്തൊരു വീട്ടിൽ ഗുരു സ്ഥാനം പറഞ്ഞ ഒരു കിണറുണ്ട്. അപ്പോൾ എനിക്ക് ആ കിണർ കാണാൻ വളരെ കൗതുകമായി. പറഞ്ഞു, ആ ഉടമസ്ഥരൊക്കെ മാറി, പഴയ ഉടമസ്ഥരായിരുന്നു. അവർ വീട് വിറ്റ നേരത്ത് പുതിയ ഉടമസ്ഥർ ഈ കിണറിൽ തൊടാൻ ശ്രമിച്ചു, അവരത് പൊളിക്കാൻ ശ്രമിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അതൊന്നും ചെയ്യരുത്, ഇത് ശ്രീനാരായണ ഗുരു സ്ഥാനം കണ്ട കിണറാണ് എന്ന് പറഞ്ഞാൽ ആ കിണറിനടുത്തേക്ക് ഗുരു ചെന്നു എന്നാണല്ലോ അർത്ഥം. ഗുരു പോയിട്ടേ ഇല്ല എന്ന് ഞാൻ വിചാരിച്ച കുന്നിക്കോട് വരെ ശ്രീനാരായണ ഗുരു എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിനുള്ളിൽ ഗുരു സഞ്ചരിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ അപൂർവമായിരിക്കുമെന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള മുദ്രകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മൾ ആ ശ്രമം നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗുരു വന്നിരുന്നിട്ടുള്ള സ്ഥലം, ഗുരു വായിച്ചിട്ടുള്ള പുസ്തകം. ചാലയിൽ ഒരു കടയിൽ ഏറെക്കാലം ഇരുന്നാണല്ലോ ശ്രീനാരായണൻ തമിഴ് ഭാഷ പഠിച്ചെടുത്തതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചാലയിൽ ഒരു പുസ്തകശാലയിൽ ഇരിക്കുമ്പോഴാണ് ശിവദർശനത്തെക്കുറിച്ചും തമിഴ് യോഗശാസ്ത്രത്തെക്കുറിച്ചിട്ടുമുള്ള അപൂർവമായ പാഠങ്ങൾ ശ്രീനാരായണൻ പഠിച്ചെടുക്കുന്നത്. ആ പുസ്തകശാലയിൽ പുസ്തകം എടുത്തു കൊടുക്കുന്നയാളായി ശ്രീനാരായണൻ 2 കൊല്ലത്തോളം ഇരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. എനിക്ക് തോന്നുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ എവിടെയാണ് ആ കടയുടെ സ്ഥാനമെന്നുള്ളത് കൊണ്ട് ആ കട ഇപ്പം ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സ്ഥലത്ത് ഗുരുവിരുന്ന് പുസ്തകങ്ങൾ സൂക്ഷ്മമായി തുറക്കുകയും, ഈ പറയുന്ന പഠനകാലത്താണ് തുറക്കുകയും ശൈവദർശനത്തിലെ അസാധാരണമായ ദർശനങ്ങളെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് ഗുരു പറയുകയാണ്, മുക്കുവർ പൊങ്ങുതടികൾ കടലിലിറക്കി വലയിടാൻ വരുന്നത് പ്രഭാതത്തിന് വളരെ മുന്നെയാണ്. അപ്പോൾ നാം എഴുന്നേറ്റ് അവിടെ നിന്ന് പൊയ്ക്കളയും. ഈ പൊങ്ങുതടിയിൽ മത്സ്യത്തിൻ്റെ മണമുണ്ട്, അവരിടുന്ന ചൂണ്ടയുണ്ട്, അവർക്ക് കടലിലേക്ക് എറിയുന്ന വലകളുടെ അവശിഷ്ടങ്ങളും ഒരുപക്ഷെ അവർ കടലിലേക്ക് ചെല്ലുമ്പോൾ ഭക്ഷിച്ചുപോയ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ടാകാം. അതൊന്നും തെല്ലും അലോസരപ്പെടുത്താതെ ഒരു തൊഴിലാളിയുടെ ജീവനോപാധിയായ കട്ടമരത്തിൻ്റെ മുകളിൽ ശ്രീനാരായണൻ ഒരു എതിർപ്പുമില്ലാതെ കിടക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അവർ അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ്, അവർ നാറുന്നവരാണ് എന്നുള്ളതല്ല ഗുരുവിൻ്റെ ദർശനം. അവർ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ക്ലേശിച്ച് ജീവിതത്തെ പൂർത്തീകരിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു ജീവിത ദർശനം കൂടി ശ്രീനാരായണൻ എന്ന മഹാസന്യാസിയുടെ കാഴ്ചപ്പാടിലുണ്ട് എന്നാണ് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ 30-40 നാഴിക വരെ ഞാൻ നടക്കുമായിരുന്നു. അപ്രകാരമുള്ള ദീർഘസഞ്ചാരം കൊണ്ട് കാൽക്കഴപ്പ് മുതലായ സുഖക്കേടുകൾ അന്നുണ്ടായിരുന്നില്ല. ഈ നടപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതിൽ ഗുരുവിൻ്റെ സഞ്ചാരത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ വാരാണപ്പള്ളിയിലെ താമസകാലത്തും ഗുരു മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നത്. വർക്കല സ്ഥലമാഹാത്മ്യമെന്ന കൃതി എഴുതിയ പ്രസിദ്ധനായ കുമ്മൻപള്ളി രാമൻപിള്ള ആശാന്റെ ശിഷ്യനാവാൻ വേണ്ടിയിട്ടാണ് മാതുലൻ കൃഷ്ണൻ വൈദ്യർ
അദ്ദേഹത്തെ ഈ ചെമ്പഴന്തിയിൽ നിന്ന് കായംകുളത്തെ വാരാണപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഗുരുവിൻ്റെ സവിശേഷതകൾ കണ്ടിട്ട് ശ്രീനാരായണന് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ചില പരിഗണനകൾ വാരാണപ്പള്ളി വീട്ടുകാർ കൊടുത്തിരുന്നു. ചില ജീവചരിത്രങ്ങൾ പറയുന്നത് അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്ന മറ്റു കുട്ടികൾ അവിടത്തുകാർക്ക് നേരിയതും കസവുമൊക്കെ കൊടുത്തിരുന്നു. വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് പ്രത്യേകം സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ ശ്രീനാരായണൻ കൊടുത്തിരുന്നത് അപാരമായ സ്നേഹവും ക്ഷമയും അവരോടുള്ള വാത്സല്യവും സത്യസന്ധതയുമായിരുന്നു എന്ന് ജീവചരിത്രങ്ങളെല്ലാം അടയാളപ്പെടുത്തുന്നു. മറ്റുള്ളവർ മീൻകറി കഴിക്കുമ്പോൾ അദ്ദേഹം മീൻകറി കഴിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നാരായണന് പ്രത്യേകം ഭക്ഷണം കൊടുക്കാൻ ആ വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത കുന്നത്ത് ഭവനത്തിലേക്ക് താമസം മാറ്റുന്നുണ്ടല്ലോ. അവിടുത്തെ ഗോവിന്ദപ്പണിക്കരോട് പല കാര്യങ്ങളെപ്പറ്റിയും പുലരും വരെയും സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രീനാരായണൻ ഒരിക്കൽ ഗോവിന്ദപ്പണിക്കരോട് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: എനിക്ക് ഒരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? ഗോവിന്ദപ്പണിക്കരോട് പറയാം, എനിക്ക് ഒരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, രാത്രി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അല്ല വെള്ളം കുടിക്കണം, ഇടക്കിടക്ക് എണീറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ ശുചിയാക്കാൻ ഒരു ചെമ്പ് മൊന്തയുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കാല് കഴുകാമല്ലോ. അപ്പോൾ ഗുരു പറയാം, എനിക്കൊരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞുള്ള വാക്യം നോക്കൂ: ഈ സംസാരാർണവത്തിൽ ഒന്ന് മുങ്ങി നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചെമ്പ് മൊന്ത അപ്രസക്തമായി. ഇത് കാല് കഴുകാനല്ല, രാത്രി വെള്ളം കുടിക്കാനല്ല, സംസാരാർണവത്തിൽ ഒന്ന് മുങ്ങി നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിയിൽ രത്നങ്ങളുള്ളവ ചെമ്പ് മൊന്തയിലാക്കി എനിക്ക് ലോകക്ഷേമത്തിന് കാഴ്ചവെക്കണം. വാരാണപ്പള്ളി പഠിച്ചിരുന്ന ഏതെങ്കിലും ഒരു ശിഷ്യൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രതിഭയെ കേട്ടിരിക്കുമ്പോൾ ആ കേട്ടിരിക്കുന്ന ഗോവിന്ദപ്പണിക്കർക്ക് അല്പസ്വല്പ സാംസ്കാരിക ബോധമില്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നയാളെ കുറ്റപ്പെടുത്തും. പക്ഷെ ഈ ചെമ്പ് മൊന്തയിൽ ശ്രീനാരായണൻ കാഴ്ചവെച്ച, ലോകക്ഷേമത്തിനു വേണ്ടി കാഴ്ചവെച്ച രത്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാണ്. അതിലേറ്റവും വലിയ രത്നമാണ് അനുകമ്പ. ആ അനുകമ്പയില്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം ഒരു നരകമാണ് എന്ന് നമുക്കറിയാം. ആകയാൽ അദ്ദേഹം വിനായകാഷ്ടകത്തിൽ ഈ ചെമ്പുമൊന്ത വേണമെന്ന് ഗോവിന്ദപ്പണിക്കരോട് പറഞ്ഞ കാലത്ത് എഴുതിയ വിനായകാഷ്ടകത്തിലെ ഒരു വരി നോക്കൂ: തഥാനേകസന്തം സദാദാന വന്ദം ബുധശ്രീകരന്തം ഗജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്തം പരം തം ഭജേഹം ഭവന്തം. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗം വിനായകനെ കുറിച്ച് പറയുകയാണ്. കരാത്മീയദന്തം, ഈ ഒടിഞ്ഞ കൊമ്പിനെ തൻ്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണല്ലോ ഗണപതി. അപ്പം അത് കേവലമായൊരു മെറ്റഫറായിട്ടല്ല ഗുരു ഇത് പറയണത്. ഈ ഒടിഞ്ഞ കൊമ്പ് പരശുരാമനുമായി നടന്ന യുദ്ധത്തിൽ മുറിഞ്ഞുപോയ ആ കൊമ്പിനെ വഴിയിൽ ഉപേക്ഷിക്കുകയല്ല വിനായകൻ ചെയ്തത്. ആ കൊമ്പിനെ തൻ്റെ കരത്തിലേന്തി നടന്നു. ഈ കൊമ്പ് ഉപയോഗിച്ചാണ് ഗണപതി എഴുതിയിരുന്നത് എന്ന് ചരിത്രം. ഈ എഴുത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക ബോധത്തിൻ്റെയും പ്രാരംഭത്തിൻ്റെയും ഈശ്വരനായ വിനായകനെ നേരത്തെ പറഞ്ഞ ലോകക്ഷേമത്തിൻ്റെ പ്രതീകമായി കൂടി അവതരിപ്പിക്കുകയാണ്. അനേകം സജ്ജനങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള, എപ്പോഴും ദാനം കൊടുക്കുന്ന, ജ്ഞാനികൾക്ക് ഐശ്വര്യമുണ്ടാക്കുന്ന, ബുധശ്രീകരന്തമായിട്ടുള്ള, ഗജാനനനും പ്രഭയാൽ ജ്വലിക്കുന്നവനുമായിട്ടുള്ള സുമന്തനായ ഗണപതി എന്ന് ഒരു 10-25 വയസ്സ് പ്രായമുള്ള കാലത്ത് എഴുതാൻ പരിപക്വമായി ശ്രീനാരായണൻ എഴുതാൻ കഴിയണമെങ്കിൽ
അക്കാലത്തു തന്നെ അദ്ദേഹം അത്രയും ജീവിതത്തെ ജീവിച്ചു തീർത്തു എന്നാണ് അർത്ഥം. പക്ഷേ ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുവിന് പറ്റിയില്ല. 4 കൊല്ലമെന്ന് ചിലർ, 2 കൊല്ലമെന്ന് മറ്റു ചിലർ. വയറിനു ബാധിച്ച രോഗം കാരണം ശ്രീനാരായണൻ അവിടെ തുടരാൻ പറ്റിയില്ല. അപ്പോൾ അവിടുന്ന് കുമ്മമ്പള്ളിൽ രാമൻപിള്ള ആശാൻ ചെമ്പഴന്തിയിലേക്ക് അറിയിപ്പ് കൊടുക്കുന്നു. ഇവിടുന്ന് അമ്മാവൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് രോഗം ബാധിച്ച തൻ്റെ മരുമകനെ അവിടുന്ന് കായംകുളത്തിൽ വള്ളത്തിൽ കയറ്റി തിരിച്ച് സഞ്ചരിക്കുന്നു. ഈ ദീർഘദൂരം ഞാൻ നടക്കുന്നത് കൊണ്ട് കാൽകഴപ്പ് മുതലായ സുഖക്കേടുകൾ എനിക്കുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ അതേ ശ്രീനാരായണനെയാണ് വള്ളത്തിൽ തിരിച്ച് സഞ്ചരിക്കുന്നത്. ശ്രീനാരായണ ജീവിതത്തെ പഠിക്കുന്നവർ ഈ വള്ളത്തിലെ തിരിച്ചുള്ള സഞ്ചാരവും നോക്കണം. അന്ന് അമ്മാവൻ എന്തായിരിക്കും ഗുരുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക? നാരായണൻ്റെ വയറ്റുവേദനയെക്കുറിച്ച് എന്തൊക്കെയാവും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. അവിടെ വെച്ച് വയറുവേദന കാരണം, രക്താതിസാരം കാരണം ബുദ്ധിമുട്ടിയിരുന്ന നാണു വള്ളത്തിൽ ഈ ജലപാതയിലൂടെ സഞ്ചരിച്ച് ചെമ്പഴന്തിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ അസുഖം പകുതി കുറഞ്ഞിരുന്നു. പിന്നീട് ചെമ്പഴന്തിയിലെ വാസകാലം കൊണ്ട് ഗുരുവിൻ്റെ അസുഖം മിക്കവാറുമൊക്കെ ഭേദമായതിനെ കുറിച്ചിട്ടാണ് പറയുക. സഞ്ചാരമെന്നത് കരയിലൂടെയുള്ള സഞ്ചാരമായാലും ജലത്തിലൂടെയുള്ള സഞ്ചാരമായാലും ഇനി മൗനത്തോടെ മനുഷ്യർക്കിടയിലൂടെയുള്ള സഞ്ചാരമായാലും ഗുരുവിൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയാണ്. ഒരുപക്ഷെ ഇത് ഗുരുവിനെക്കുറിച്ചിട്ടുള്ള ഈ അറ്റ്ലസിൻ്റെ അന്വേഷണം മറ്റൊരു മഹാത്മാവിനെക്കുറിച്ച് പഠിക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടാണ്. ഗുരുവിൻ്റെ അറ്റ്ലസിനെ കുറിച്ചിട്ടുള്ള ഈ അന്വേഷണം എന്നെ പരിശോധിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഞാൻ സൗദിയിൽ ചെല്ലുമ്പോൾ മക്കയിൽ കഅബയുടെ അടുത്ത് ഒരു പുസ്തകശാലയിൽ നിന്ന് തേടിപ്പിടിച്ചു വാങ്ങിയ ഒരു പുസ്തകമാണ് അറ്റ്ലസ് ഓൺ ദ പ്രൊഫിറ്റ്സ് ബയോഗ്രഫി, പ്ലേസസ്, നേഷൻസ്, ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന കൃതി. മക്ക എന്ന് പറയുന്ന ഖുറൈശികൾ എന്ന ഗോത്രത്തിനകത്ത് ജനിച്ച പ്രവാചകൻ മുഹമ്മദ്, അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്തു തന്നെ തൻ്റെ തത്വചിന്ത അവരോട് പറയുന്നു. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, സത്യത്തെക്കുറിച്ച് പറയുന്നു, നിസ്കാരത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നുണ്ട്. ഈ പീഡനം വർദ്ധിച്ചു വന്ന കാലത്ത് പ്രവാചകൻ അവിടെ നിന്ന് മക്കയിൽ നിന്ന് ഹിജിറ പോയി മദീനയിലേക്ക് എത്തുന്നു. ആ പാത ഇന്ന് കണ്ടുപിടിക്കുക വളരെ ക്ലേശകരമാണ്. മക്കയിൽ നിന്ന് 4-4.5 മണിക്കൂർ ബസ് യാത്ര നടത്തിയാലാണ് നമ്മൾ മദീന എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തുക. ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പ്രവാചക ജീവിതത്തിൽ ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലമായിരുന്നു അത്. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. സ്വന്തം ഗോത്രം അദ്ദേഹത്തെ കൊലപ്പെടുത്തും എന്ന അവസ്ഥ വന്നപ്പോൾ തൻ്റെ പ്രത്യയശാസ്ത്രത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി താൻ പറയുന്നതാണ് ശരി എന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട് തന്നെ സ്വീകരിക്കാൻ മനസ്സുള്ള മദീനയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. തൻ്റെ കൂട്ടുകാരനായ അബൂബക്കറിനോടൊപ്പം കുറച്ച് ദിവസം സൗർ എന്ന ഒരു ഗുഹയിൽ അദ്ദേഹം ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. ഈ ഗുഹ കണ്ടുപിടിക്കാനും ഞാൻ ഒറ്റയ്ക്കൊരു യാത്ര ഇങ്ങനെ നടത്തിയിരുന്നു. കണ്ടുപിടിക്കാൻ പറ്റും. മലയടിവാരത്തിലേക്ക് നമ്മൾ സൗർ അന്വേഷിച്ച് പോകണം. അത് കഴിഞ്ഞ് 3 ഒട്ടകങ്ങളിൽ 3 പേരായി സാധാരണ വർത്തക സംഘങ്ങൾ പോകുന്ന പാത വിട്ടിട്ട്, ഈ പാതയിലൂടെയാണ് ഇന്ന് ബസ് പോകുന്നത്. പക്ഷെ ഇവർ ആ പാത വിട്ടിട്ട് ഈ ആത്മീയ ആചാര്യൻ മറ്റൊരു പാത, ദുർഘടമായ പാത തിരഞ്ഞ് മദീനയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇന്നിപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തെ പഠിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ആ പാതയിലൂടെ പോകണമെന്നില്ല. കാരണം അത് ക്ലേശകരമാണ്. ആ പാതയിലൂടെ വാഹനങ്ങൾ ലഭ്യമല്ല. പക്ഷേ മുഹമ്മദിൻ്റെ ജീവിതത്തെ പഠിക്കാൻ ആത്മാർത്ഥമായി ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബസ് റൂട്ട് വിട്ടിട്ട് ക്ലേശകരമായ ആ പാതയെ തന്നെ തിരഞ്ഞു പിടിക്കേണ്ടി വരും. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചാരങ്ങളുടെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇപ്പോൾ വാരാണപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന
ആ രക്താതിസാരത്തിൻ്റെ യാത്രയെ നമുക്ക് കേവലമായി പറഞ്ഞു പോകാം. പക്ഷേ ഗുരുവിൻ്റെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ച രണ്ട് പ്രധാനപ്പെട്ട പാതകൾ വളരെ പ്രധാനമാണ്. അതിലൊന്ന് അദ്ദേഹം അരുവിപ്പുറത്തേക്ക് നടത്തിയ യാത്രയാണ്. ആ യാത്ര ഗുരു ആദ്യം നടത്തുന്നത് ചെമ്പഴന്തിയിൽ നിന്ന് പുലിവാതിൽക്കൽ കുടുംബക്കാർ എന്ന ബന്ധുക്കൾ അദ്ദേഹത്തെ ആദ്യം അരുവിപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. പുലിവാതിൽക്കൽ കുടുംബക്കാരുടെ വീട്ടിലെ താമസക്കാരനായി കുറച്ച് ദിവസം അവിടെ കഴിയുമ്പോൾ തന്നെ അദ്ദേഹം കൊടിതൂക്കിമലയുടെ സ്ഥാനം കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുലിവാതിൽക്കൽ എന്ന പേര് തന്നെ പുലിവാതിൽക്കൽ എത്തി എന്നുള്ളതായിരിക്കും. പുറത്തിറങ്ങിയാൽ പുലി. അങ്ങനെ പുലികൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് ബന്ധുവായി എത്തിച്ചേരുന്ന ഗുരു നാണു അവിടെ ഈ മല കണ്ടുപിടിക്കുന്നു, ഈ അരുവിയുടെ ശബ്ദം കണ്ടുപിടിക്കുന്നു, തപസ്സിരിക്കാൻ പറ്റുന്ന ഗുഹ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, തൻ്റെ ആദ്യ യാത്രയിൽ ഗുരു ഈ മലയിൽ തപസ്സിരിക്കുകയോ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കുകയോ ഈ പുഴയിൽ നിന്ന് പിൽക്കാല ഭാരത ചരിത്രത്തെ തന്നെ നിർണായകമായി സ്വാധീനിച്ച ആ ശിലാവിഗ്രഹത്തെ കണ്ടെടുക്കുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ മനനത്തിൻ്റെ അസാധാരണമായ ഒരു പ്രതീകമായി ഉള്ളിൽ ഉറപ്പിച്ചിട്ടായിരിക്കാം അദ്ദേഹം തിരിച്ചു വന്നത്. ഈ സ്ഥലത്തേക്ക് രണ്ടാമത് പോകാൻ, അരുവിപ്പുറത്തേക്ക് രണ്ടാമത് ചെല്ലാൻ ഗുരുവിനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ പരീക്ഷണം നടന്ന സ്ഥലം മരുത്വാമലയാണ്. അതുകൊണ്ടാണ് മരുത്വാമലയിലേക്ക് കയറിയ ഹാങ് ഓവർ ഇന്ന് ഞാൻ ഇന്നും വിട്ടിട്ടില്ല. ഞാൻ ആലോചിക്കുകയാണ്, ഇന്നിപ്പോൾ ഇത്രയും സൗകര്യമുണ്ട്, കാറിൽ ചെന്നിട്ട് മരുത്വാമലേൻ്റെ താഴെ ചെന്ന് നിർത്താം. അന്ന് നമ്മളവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കട്ടുക്കൊടി എന്ന ചെടി ഗുരു വെള്ളത്തിൽ കലക്കി അതിനെ അപ്പത്തിൻ്റെ പരുവത്തിലൊക്കെ ആക്കി കഴിക്കുന്നതിനെ കുറിച്ച്. അതെങ്ങനെ കഴിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ അന്വേഷണം. പക്ഷെ ഗുരു കഴിച്ചതുപോലെ കഴിക്കണമെങ്കിൽ ഗുരു ഇരുന്ന അത്രയും ദിവസം നാം പിള്ളത്തടത്തിൽ ധ്യാനനിരതരായിരിക്കണം. നമുക്ക് കൂട്ടായി ഒരാളും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇനി കൂട്ടു വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാമ്പിനെയോ പുലിയോ കൂട്ടായി കൊണ്ടുവരാം. അത് നമ്മൾ പാമ്പിനോട് റിക്വസ്റ്റ് ചെയ്യണം, പാമ്പേ ഗുരുവിന് നീ കൂട്ടായിരുന്നത് പോലെ ഒരു കൂട്ട് തരാമോ? ഏകാന്തമായി അവിടെ ഇരിക്കണം. ഏകാന്തമായി അവിടെ ഇരിക്കാനുള്ള ധൈര്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പകൽ സമയം കയറുന്നു, പകൽ പിള്ളത്തടത്തിലിരിക്കുന്നു, പകൽ പിള്ളത്തടത്തിലിരുന്ന് സമുദ്രത്തെ കാണുന്നു. പക്ഷേ അവിടെ ഇരുന്നാണ് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു തൻ്റെ അദ്വൈത ചിന്താമണ്ഡലത്തിൻ്റെ ശരീരത്തെ വികസിപ്പിച്ചെടുത്തത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് കുറച്ച് നമ്മൾ ഫിലോസഫി സംസാരിക്കേണ്ടി വരും. ശങ്കരാചാര്യ സ്വാമികളെ തന്നെ ഉദ്ധരിക്കാം. ബ്രഹ്മത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുള്ള അസ്തിത്വം ഒരിക്കലും ഈ വിശ്വത്തിനില്ല. എല്ലാം ബ്രഹ്മം തന്നെ. വിശ്വത്തെയും ബ്രഹ്മത്തെയും ഒന്നിച്ച് ദർശിക്കണം. വിശ്വവും ബ്രഹ്മവും ഒന്നാകുന്നു. ഇതാണ് സമ്യക്കായ വിശ്വദർശനം. ഈ സമ്യക്കായ വിശ്വദർശനത്തിൻ്റെ അലയൊലികൾ സത്യത്തിൽ വാരാണപ്പള്ളിയിലെ കാലത്ത് തന്നെ ഗുരുവിലുണ്ട്. അതുകൊണ്ടാണ് വാസുദേവാഷ്ടകത്തെ ഇവിടെ ചൊല്ലി സമ്മാനം കിട്ടാതെ ഞാൻ തിരിച്ചു പോയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന് എനിക്ക് സമ്മാനം തന്നില്ല. ഞാനിപ്പോൾ നിരന്തരമായി ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം ഗുരു എനിക്ക് തരുന്ന സമ്മാനത്തിൻ്റെ അളവ് ആലോചിച്ച് നോക്ക്. അതാ ഞാൻ പറഞ്ഞത്, അന്ന് 1000 രൂപ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനിതൊന്നും പഠിക്കത്തില്ല. ആ 1000 രൂപയും കൊണ്ട് ഞാൻ പോയി, ഞാൻ ദൂർത്തടിച്ച് ഞാൻ വേറൊരു വഴിക്ക് അങ്ങ് പോയനെ. അപ്പം എനിക്ക് 1000 രൂപ കിട്ടരുത് എന്നുള്ളതാണ് ഗുരുവിൻ്റെ ആഗ്രഹം. കിട്ടാതിരിക്കുമ്പോൾ നീ വിശ്വവും ബ്രഹ്മവും തമ്മിൽ അകലമില്ലെന്നും അതൊന്നാണെന്നും പഠിക്കുമെന്ന ബോധ്യം ചെമ്പഴന്തിയിൽ വെച്ച് തന്നെ ശ്രീനാരായണൻ തന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഈ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഇത് പലതും പലതല്ല. ഇതാണ് സമ്യക്കായ വിശ്വദർശനം, യഥാർത്ഥമായ അദ്വൈത ദർശനം. പക്ഷെ ഇത് പറഞ്ഞ ശങ്കരാചാര്യർക്ക് ഈ അദ്വൈത ദർശനത്തെ പ്രാക്ടിക്കലാക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇതും പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ജാതിക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളതാണല്ലോ ശങ്കരാചാര്യ സ്വാമികളോടുള്ള ആക്ഷേപം. അങ്ങനെ അല്ല എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ ശ്രീനാരായണൻ്റെ പ്രത്യേകത, അദ്ദേഹം വാദിച്ചതിനു വേണ്ടി ജീവിച്ചു, ജീവിതത്തിൽ അത് കാട്ടിത്തന്നു. ഭേദബുദ്ധിയില്ല എന്ന് അദ്ദേഹം ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും നമുക്ക് മുന്നിൽ വ്യാഖ്യാനിച്ചു തന്നു. ഈ ബോധത്തിൻ്റെ അവസ്ഥയിൽ ബ്രഹ്മ ആത്മ ഐക്യം, ജീവാത്മ
പരമാത്മ ഐക്യം മനുഷ്യർ അനുഭവിക്കും. അതനുഭവിച്ചതുകൊണ്ടാണ് ഗുരു ദൈവദശകത്തിൽ നീ സത്യം ജ്ഞാനം ആനന്ദം എന്നെഴുതിയത്. ആ നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന വരി ചൊല്ലുമ്പോൾ, ദൈവദശകം ചൊല്ലുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗുരുവിൻ്റെ അദ്വൈതം സാക്ഷാത്കരിക്കപ്പെട്ട ഭേദബുദ്ധിയില്ലാത്ത ബ്രഹ്മ ജീവ ലോക ഐക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്യക് ദർശനമാണെന്നാണ്. ഈ ദർശനം, ഈ ആനന്ദം ശ്രീനാരായണൻ മരുത്വാമലയിൽ നിന്ന് നേടുകയുണ്ടായി. ഒരുപക്ഷേ ആ നേടലിൻ്റെ തത്വത്തെ നാം കുറെ കൂടി വിശദമായി മനസ്സിലാക്കുന്ന ആത്മോപദേശ ശതകത്തിലെ ശ്ലോകങ്ങളിൽ നിന്നായിരിക്കും. വിശേഷിച്ചും അതിൻ്റെ 38-ാമത്തെ വരികൾ നോക്കൂ. പലവിധമായി അറിയുന്നത് അന്യ, ഒന്നായി വിലസുവതാം സമ, എന്നു മേലിലോതും നിലയെ അറിഞ്ഞു നിവർന്ന്. ഇപ്പം അറിയുമ്പോൾ നമ്മൾ നിവരും. ഇത് നമ്മൾ പലപ്പോഴും ഈ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്, ദയവേത് അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ വളഞ്ഞിരുന്ന് കേൾക്കരുത്, നിവർന്നിരിക്കണം. വളഞ്ഞിരുന്നാലുള്ളൊരു പ്രശ്നം, പെട്ടെന്ന് ഉറക്കം വരും. നിവർന്നിരിക്കണം. അപ്പോൾ പിള്ളത്തടത്തിലിരിക്കുമ്പോഴും ഗുരു നിവർന്നിരുന്നതായി നമ്മൾ സങ്കല്പിക്കണം. അപ്പം നമ്മൾ നിവർന്നിരിക്കുക. പക്ഷേ വിവേകാനന്ദ സ്വാമികളുടെയൊക്കെ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ, നിവർന്ന് ശിരസ്സുയർത്തി. അത് സത്യത്തിൽ ഇത് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുമ്പം വളയരുത്. ശരീരം വളയുന്നില്ല, ശ്രദ്ധിച്ചാലറിയാം. ഉത്തിഷ്ഠത ജാഗ്രത. ഈ തല മുകളിലേക്ക് പോകുന്ന ദാർശനികന്റെ പ്രഭാവം തിരിച്ചറിയാനൊരു പക്ഷിയെ നോക്കിയാൽ മതി. ഏത് പക്ഷിയും കൊമ്പിലിരിക്കുന്നത് തല ഇങ്ങനെ ഉയർത്തിയിട്ടല്ല. ഇത് ഒരു ദാർശനിക പ്രതിഭയുടെ ശിരസ്സുയർത്തിരിക്കുന്നത് മാതിരി നിവർന്നിരുന്ന് സാമ്യമേലും കലയിലലിഞ്ഞു കലർന്നിരുന്നിടേണം. നിവർന്ന് എല്ലാം ഒന്നാണെന്നറിയുന്ന ആ അത്യസാധാരണമായ ഒരു സൗന്ദര്യത്തിൻ്റെ കലാലോകത്തിൽ നമ്മൾ ഇരിക്കണം. ഒരു പക്ഷേ ആത്മോപദേശ ശതകത്തിലെ പല ശ്ലോകങ്ങളിൽ മരുത്വാമലയുടെ മുകളിലിരുന്ന്, താഴെ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലിരുന്ന്, ആ ജലപാതകളിലിരുന്ന്, കട്ടുക്കൊടിക്കടുത്തിരുന്ന് അനുഭവിച്ചതായി കരുതാവുന്ന വരികൾ ഒരുപാടുണ്ട്. മലരടി രണ്ടിലുമിട്ട പൂഞ്ചിലങ്ക കുലകൾ കൊരുത്ത് കളിച്ചിടുന്ന നേരം, ശിവശതകത്തിലൊരു വരിയാണ്. കിലുകിലയെന്നു കിലുങ്ങിടും ചിലമ്പിന്നൊലി, ചെവി രണ്ടിലും എന്നു കേൾക്കുമീ ഞാൻ. ഇന്ന് നിവർന്നിരുന്ന് ശിവനടനം കാണുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ശിവശതകത്തിലെ ഈ 17-ാമത്തെ ശ്ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്. മലരടി രണ്ടിലുമിട്ട പൂഞ്ചിലങ്ക കുലകൾ. അപ്പോൾ ഭഗവാന്റെ കാലിൽ ചിലങ്കകൾ ഇട്ടിരിക്കുകയാണ്. കൊരുത്തു കളിച്ചിടുന്ന നേരം, അത് രണ്ടിലുമിട്ട ചിലങ്ക കൊരുക്കുന്നതിനെ കുറിച്ചാണ് പറയുക. സാധാരണ നമ്മൾ രണ്ട് കാലിലെയും ചിലങ്ക എങ്ങനെ കൊരുക്കും? ഈ രണ്ട് കാലിലെയും ചിലങ്ക കൊരുക്കണമെങ്കിൽ ഈ രണ്ട് കാലും ഒരു കാലായിത്തീരുന്ന അവസ്ഥയിൽ എത്തിച്ചേരണം. നർത്തനത്തിൻ്റെ ഏതോ മധ്യത്തിൽ കാലുകൾ തമ്മിലുള്ള ഭേദമില്ലാതായി തീരുമെന്നാണ്. ഇത് കൊരുത്ത് കളിക്കുന്ന ആ ചിലങ്കയുടെ ഏകാത്മകമായ ശബ്ദത്തെ എനിക്ക് കേൾക്കാൻ പറ്റണം. നോക്കൂ, ഈ ദ്വൈതത്തെ നിരാകരിക്കുന്ന അദ്വൈതത്തിൻ്റെ സൂക്ഷ്മമായ ബോധം ശിവശതകത്തിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഈ കൃതികളിലേക്ക് പോകണം. ഗുരു സഞ്ചരിച്ച വഴികളിൽ ശ്രദ്ധിച്ചിരിക്കണം. ഇരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള വെളിച്ചങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെ തന്നെയാണ് ഗുരു മരുത്വാമലയിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് താൻ എന്താണ് സാക്ഷാത്കരിക്കേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ പൂർണ്ണതയോടുകൂടി രണ്ടാമത് അറിവ് പുറത്തു വരുന്നത്. ആ അറിവ് പുറത്ത് വന്നതിന് ശേഷമുള്ള ശ്രീനാരായണൻ്റെ സാന്നിധ്യങ്ങൾ, ശ്രീനാരായണൻ്റെ ചലനങ്ങൾ ചരിത്രമാണല്ലോ. ഞാനത് പറയേണ്ട കാര്യമില്ല. അതും നമ്മൾ ഇന്ന് പോകുന്ന വഴിയിലൂടെ അല്ല ഗുരു പോയിരിക്കുക. ഇപ്പം ഇന്ന് പോകുന്നത് ഒന്നുകിൽ നമ്മൾ പെരുമ്പഴുതൂർ വഴി ബസ്സിൽ പോകും, അതല്ലെങ്കിൽ നമ്മൾ ഇരുമ്പിൽ ചെന്നിട്ട് അവിടുത്തെ റോഡിലൂടെ നമ്മൾ പോകും. പക്ഷെ ഇത് രണ്ടുമല്ലാത്ത ഒരു പാതയിലൂടെ അരുവിപ്പുറത്തേക്കൊരു വഴി ഒരു 10-20 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും അത് അറിയാമെന്ന്, രാജേഷ് സാറിനൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും. ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല, പക്ഷെ ആ വഴി സഞ്ചരിക്കാനുള്ള ശ്രമം ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വഴിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഭാർഗവൻ വൈദ്യർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചില പ്രസംഗത്തിലെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്. ഭാർഗവനെയും കൂട്ടി ഗുരു ശിവഗിരിയിൽ നിന്ന് അരുവിപ്പുറത്തേക്ക് ഒരിക്കൽ അല്പമൊന്ന് പിണങ്ങി പോയ ഒരു യാത്രയുടെ സന്ദർഭം. നെയ്യാറ്റിൻകര എത്തുമ്പോൾ രാത്രിയായി. അപ്പോൾ കൃഷ്ണൻ ഡോക്ടറുടെ കാറിനെ
തിരിച്ചുവിട്ടു. ശംഖുമുഖത്തേക്ക് ഗുരു തിരിച്ചുവിട്ടു. അപ്പോൾ ഭാർഗവനൊരു സംശയം, ഇനി എങ്ങനെ അവിടെ പോവും? ഗുരു മുന്നേ നടക്കുക, അല്പം പോലും നിൽക്കുന്നില്ല. അരുവിപ്പുറത്തേക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് ആദ്യം ഇന്നിപ്പോൾ ആശുപത്രി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഏല കടന്നിട്ട് അപ്പുറത്തിറങ്ങി പുഴയുടെ കരയിലൂടെ കുന്നുകയറി അരുവിപ്പുറത്തെത്തുന്ന ഒരു റൂട്ട് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഈ വഴിയിലൂടെ സഞ്ചരിച്ചവിടെ എത്തുന്ന ഗുരു, നാം ഇന്നിനി ആശ്രമത്തിലേക്ക് പോകണ്ട, രാത്രിയായി, അവിടെയുള്ളവരെല്ലാം ഉറങ്ങിക്കാണും, നമുക്ക് ഈ ഗുഹയിലിരിക്കാം, എന്നെ എത്രയോ കാലം എനിക്ക് അഭയം തന്നതാണ് ഈ ഗുഹ എന്ന് അല്പം പോലും അസ്വസ്ഥതയില്ലാതെ ഗുരു ആ ഗുഹയ്ക്കുള്ളിലിരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഭൃഗുവിനോട്, ഭാർഗവനോട് ഗുരു ചോദിക്കുന്നുണ്ട്, ഭയമുണ്ടോ? ഉണ്ട് ഗുരു. ഗുരു പറയുന്ന മറുപടി, അത് രണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഭയം. ഒന്നാണെന്ന് തോന്നിയാൽ പിന്നെ ഭയമില്ല. ഈ ഒന്നെന്ന തോന്നലാണ് മരുത്വാമലയിൽ നിന്ന് നേടിയ അറിവ്. ഇത് വ്യക്തികൾ ഒന്നാണെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചവും ഞാനും തന്നെ ഒന്നാണ്. നോക്കൂ, ആ സൂക്ഷ്മമായ അറിവ് നേടിയ ഒരാളുടെ ഉള്ളിൽ എങ്ങനെ ജാതിഭേദമുണ്ടാകും? എങ്ങനെ മതദ്വേഷമുണ്ടാകും? എങ്ങനെ അപരനോട് വിരോധമുണ്ടാകും? എങ്ങനെ മറ്റൊരാളുടെ പ്രീതി എൻ്റെ പ്രീതിയല്ലാതായി മാറും? എന്നിട്ടും ആർക്കെങ്കിലും ദേഷ്യമോ വിരോധമോ അസൂയയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അദ്വൈതത്തെ മനസ്സിലാക്കിയില്ല, ഞാൻ രണ്ടാണെന്നാണല്ലോ. അവിടെ ഇരുന്ന് ഭാർഗവൻ പറയും, ദർശനമാലയിലെ ചില ശ്ലോകങ്ങൾ ഗുരു എനിക്ക് പറഞ്ഞു തന്നു. ആ കൃതി എഴുതിയതിന് ആധാരമായ അന്തരീക്ഷത്തെ ഭാർഗവൻ ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് തിരിച്ചറിയുകയാണ്. ഒരു കവി കവിത എഴുതുന്ന സന്ദർഭത്തെ മാത്രമല്ല, ഗുരുവിനെപ്പോലൊരു ദാർശനികൻ അസാധാരണമായി ജീവിതത്തിൻ്റെ തത്വത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഭഗവാൻ ബുദ്ധൻ്റെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ പറ്റും, ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ പറ്റും. അതുകൊണ്ട് ശ്രീബുദ്ധനെപ്പറ്റി പഠിക്കുന്ന ഇന്നത്തെ പഠന മേഖലകൾ ബുദ്ധൻ സഞ്ചരിച്ചു പോയ വഴികളിലൂടെ തിരിച്ച് സഞ്ചരിക്കുന്നുണ്ട്. ഒരിടത്ത് ഒരു തമാശയുണ്ട്. ഒരു ഗ്രാമത്തിലൂടെ ബുദ്ധൻ നടന്നു പോകുമ്പോൾ അവിടങ്ങളിലെല്ലാം മരത്തിൽ നിറയെ ഫലങ്ങൾ തൂങ്ങി നിൽക്കുന്നു. അതിൽ പലതും പഴുത്തതാണ്. അപ്പോൾ ബുദ്ധൻ മുന്നേ നടക്കുന്നു, അപാരമായ ശിഷ്യർ പിറകെ നടക്കുന്നു. ശിഷ്യരെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്നത് പോലെ ബുദ്ധസംഘമാണ്. ആ സംഘത്തിൽ ഒന്നോ രണ്ടോ പേരല്ല, ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവാം. അതിൻ്റെ ചിത്രം നമുക്ക് പിന്നീട് ചരിത്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിൽക്കാലത്ത് കാശ്മീര ശൈവിസത്തിൻ്റെ പ്രതിഷ്ഠാപകൻ ഒക്കെയായി മാറിയ സാക്ഷാൽ അഭിനവഗുപ്താചാര്യർ, ഇന്ത്യൻ ഫിലോസഫിയിലും ഇന്ത്യയുടെ കാവ്യദർശനത്തിലും അപാരമായ സിംഹാസനങ്ങൾക്കുടമയായ അഭിനവഗുപ്താചാര്യർ സമാധി അടയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യർ അദ്ദേഹത്തോടൊപ്പം സമാധിയായതിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുദ്ധനെപ്പോലൊരു വരിഷ്ഠനായ മഹാൻ മുന്നേ നടക്കുമ്പോൾ പിന്നാലെ നടക്കുന്നവരുടെ എണ്ണം ചില്ലറയല്ല. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് മഹാത്മാഗാന്ധി ദണ്ഡിയിലേക്ക് യാത്ര പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ജനലക്ഷങ്ങൾ ഇങ്ങനെ നടന്നത്. ഇതാണ് ആത്മീയതയുടെ പാത. നിർബന്ധിച്ചു കൊണ്ടുപോവുകയല്ല. ശ്രീനാരായണൻ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിറകെ ജനലക്ഷങ്ങൾ നടക്കുക എന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു സഞ്ചാര പ്രകൃതിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഗുരു എവിടെ നിന്നാണ് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോയത്? ഏതോ ഒരു പോയിന്റ് വെച്ച് പോയി. പറഞ്ഞു, അതെങ്ങനെ അങ്ങേക്കറിയാം? അതറിയാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ വരുന്ന വഴിയിൽ ഈ കണ്ട മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നിറയെ കുഞ്ഞുങ്ങൾ നിന്ന് കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ആ പഴം എറിഞ്ഞിട്ടോ അല്ലാതെയോ കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ? ശിഷ്യ പ്രമുഖരെ, ഏതെങ്കിലും ഒരു മരത്തിൽ ഫലങ്ങളുണ്ടെങ്കിൽ അതിനെ ഈ പിള്ളേരെ ബാക്കി വച്ചേക്കുമോ? പക്ഷെ എന്നിട്ടും ഈ കുട്ടികൾ അതിലൊരെണ്ണത്തെപ്പോലും തൊടാതിരുന്നത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് വിവേകമുണ്ടായില്ലല്ലോ, ഇത് കഴിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. എനിക്ക് ലജ്ജ തോന്നുന്നൊന്നും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ബുദ്ധൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എണീറ്റ് നടന്നങ്ങ് പോയി. സത്യത്തിൽ ശ്രീനാരായണൻ്റെ ജീവിതത്തിലും ഈ നിലയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഗുരു സഞ്ചാരത്തിലായിരുന്ന ഒരു ഘട്ടത്തിൽ അരുവിപ്പുറം ക്ഷേത്രത്തിലൊരു കേസ് നടക്കുകയാണ്. അന്ന് കുമാരനാശാൻ അരുവിപ്പുറത്തിലുണ്ട്.
അവിടുത്തെ ഒരു വാഴക്കുല ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ വാഴക്കുല കേസ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലെത്തി. അന്ന് എനിക്ക് തോന്നുന്നത് ശ്രീ കെ പത്മനാഭൻ തമ്പിയാണ് മജിസ്ട്രേറ്റ്. പത്മനാഭൻ തമ്പിക്ക് ഗുരുവിനോട് വലിയ കാര്യമാണ്. ഗുരുവിൻ്റെ അടുക്കൽ വേദാന്ത ശാസ്ത്രത്തിലെ ചർച്ചയ്ക്കൊക്കെ പത്മനാഭൻ തമ്പി എത്തും. അപ്പോൾ ഈ വാഴക്കുല മോഷ്ടാവിനെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് നല്ല അടി കൊടുക്കണമെന്നുള്ളതാണ് പത്മനാഭൻ തമ്പിയുടെ തീരുമാനം. മജിസ്ട്രേറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് ഏതാണ്ട് ധാരണയായി. അപ്പോൾ ഗുരു അരുവിപ്പുറത്തേക്ക് വരുന്ന വഴിക്ക് ആരോ ഒരാൾ ഈ വിഷയം ഗുരുവിനെ ധരിപ്പിച്ചു. ഗുരു നല്ല അടി കൊടുക്കാൻ പോവാണ്. ഗുരു വരുമ്പോൾ മിക്കവാറും കാണാൻ പറ്റും വാഴക്കുല മോഷ്ടാവിനെ തല്ലി പദം വരുത്തുന്നത്. ഗുരു വെച്ച ചുവട് തിരിച്ചു വെച്ചു. നാം ഇനി അരുവിപ്പുറത്തേക്ക് വരുന്നില്ല. അതെന്താ? അല്ല, ആ സാധുവിനെ തല്ലിയിട്ട് അയാളെ തല്ലുന്നതിൻ്റെ ശ്വാസം, ഈ നിശ്വാസം ഉണ്ടല്ലോ, ആ തല്ല് കൊള്ളുമ്പോഴുള്ള അയാളുടെ ശ്വാസവായു ആ അന്തരീക്ഷത്തിൽ പടരും. അത് സന്യാസിമാർ ശ്വസിക്കാൻ പറ്റുന്ന ശ്വാസമല്ല. ആ സങ്കടം ശ്വസിക്കാൻ പാടുള്ളതല്ല. ഗുരു തിരിച്ചുപോയി. ഇത് മജിസ്ട്രേറ്റ് അറിഞ്ഞിട്ട് ശിക്ഷ ഇളവ് ചെയ്തു എന്നുള്ളതാണ് നമ്മളറിയുന്ന ആ പ്രമാണത്തിലെ സംഗതി. വേറൊരു സന്ദർഭത്തിലുണ്ടല്ലോ, ഒരു ശാന്തിക്കാരൻ ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ക്ഷേത്രത്തിലെ ചക്ക ഒരുത്തൻ മോഷ്ടിച്ചു, നിരന്തരമായി ചക്ക മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരു പറഞ്ഞത്, അയാൾ കണ്ടുപിടിച്ചു, ഇനി ആ പാവത്തിനെ വിളിച്ചിട്ട് പറയണം, രാത്രി സമയം വന്ന് മോഷ്ടിക്കരുത്, പകൽ വന്ന് അരിഞ്ഞിട്ട് കൊണ്ടുപോയിക്കോളൂ. രാത്രി വന്നാൽ വല്ല തേളോ പാമ്പോ ഒക്കെ കടിച്ച പാവത്തിന് എന്തെങ്കിലും അപകടം വന്നാലോ. ഇത് ഗുരു സഞ്ചരിച്ചുകൊണ്ട് സാധ്യമാക്കിയ ഒരു സംസ്കാരമാണ്. നമുക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഗുരു നിരന്തരമായ ഒരു സാംസ്കാരിക വിപ്ലവത്തിന് തിരികൊളുത്തുകയാണ്. അങ്ങനെയാണല്ലോ ഗുരു കരിങ്കുളത്ത് ചെന്ന് പുളികുടി പോലെയുള്ള അനാചാരങ്ങളെ ഗുരു അവസാനിപ്പിക്കുന്നത്. ഗുരു ഒരിടത്ത് ഇരുന്നിട്ട് പ്രഖ്യാപിക്കുകയല്ല, ഒരു മഹാരാജാവിനെ പോലെ വിളംബരം പ്രഖ്യാപിക്കുകയല്ല, ജനങ്ങൾക്കിടയിലേക്ക് നടന്നു ചെന്ന് ഒരു പ്രക്രിയയെ സാക്ഷാത്കരിക്കുകയാണ്. ഇതാണ് ശ്രീബുദ്ധൻ ചെയ്തത്. അതുകൊണ്ടാണ് ബുദ്ധൻ്റെ ഫിലോസഫിയെ ഇന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നവർ ബുദ്ധൻ സഞ്ചരിച്ചു പോയ പഴയ നഗരങ്ങൾ, രാജ്യങ്ങൾ, ഗ്രാമങ്ങൾ, നദികൾ, തടാകങ്ങൾ, വിശ്രമസ്ഥലങ്ങൾ, വനങ്ങൾ, വിഹാരങ്ങൾ ഒക്കെ ഈ ദർശനത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കാം. അടുത്ത് 4 മണിക്കും ക്ലാസ് തുടങ്ങേണ്ടതാണല്ലോ. കോട്ടുകോയിക്കൽ വേലായുധൻ ഗുരുവിൻ്റെ ഈ ആദ്യകാല സഞ്ചാരങ്ങളെപ്പറ്റി ഒരു നിരൂപണം എഴുതുന്നുണ്ട്. തക്ക സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഗുരു തൻ്റെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരുന്നു. അന്യദിക്കുകളിൽ സഞ്ചരിക്കുക, കാൽനടയായി ബഹുദൂരം പോവുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ പ്രയാസമേറിയ സന്ദർഭങ്ങളിലൊക്കെ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഗുരു ഇതിനെ ഒരു വഴിയായി കണ്ടെത്തുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് ഞാനും അത് ആലോചിച്ചായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ ചുമ്മാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. പക്ഷെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലം. ചുമ്മാ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രി നടന്നുകൊണ്ടേയിരിക്കുക. ഇത് ആരോഗ്യശാസ്ത്രത്തിൽ വേണമെങ്കിൽ പിന്തുടരാൻ പറ്റുന്നൊരു പ്രക്രിയയാണ്. സങ്കടം വരുമ്പോൾ നടക്കുക. ഗുരുവിൻ്റെ സഞ്ചാരം ലക്ഷ്യബോധമില്ലാത്തതല്ല, അതിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി തരികയാണ്. രാത്രികാലങ്ങളിൽ ഒരിടത്തും വിശ്രമിക്കാതെ ചെന്നെത്താവുന്ന ദൂരത്തോളം വഴികൾ നടക്കുക. അത് ശരീരത്തിൽ ക്ഷീണമുണ്ടാക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റും. ഇതിനെപ്പറ്റി മലയാളത്തിൽ എസ് രമേശൻ സാറ് കവിത എഴുതിയിട്ടുണ്ട്. വളരുന്നു തൻ്റെ ഉള്ളിൽ വെറ്റിലക്കൊടി പോലവേ ഒരാനന്ദം, ഒരസ്വാസ്ഥ്യം, ഒരു ധർമ്മപ്രചോദനം. ഗുരു രമേശൻ നായർ സാറ് ഗുരുവിനെക്കുറിച്ച് എഴുതിയ ആ നീണ്ട കവിതയിൽ, വലിയ കവിതയിൽ വരികളാണ്. കുടുംബ ബന്ധത്തിൻ്റെ അണക്കെട്ടു തകർത്തത ചിത്പ്രവാഹം പരക്കുന്നു മുഗ്ധ കേരള ഭൂമിയിൽ, ഒഴിഞ്ഞ കുടിൽ കൊട്ടാരം അമ്പലത്തിണ്ണ ആശ്രമം, അലയും ഭിക്ഷുമാർഗങ്ങൾ അജ്ഞേയ ധ്യാന വീജികൾ. ഇങ്ങനെയാണ് നമ്മൾ ഗുരുവിൻ്റെ വഴി, ഗുരുസ്ഥാനങ്ങൾ മുതലായവയെ ശ്രീനാരായണ വിജ്ഞാനീയത്തിൽ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഗുരുവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളുടെയും പഴയ പ്രകൃതിയിൽ ഇന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അരുവിപ്പുറത്തിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ.
ശിവഗിരിയുടെ കാര്യത്തിൽ തന്നെ മാറ്റമുണ്ട്, ചെമ്പഴന്തിയിൽ തന്നെ മാറ്റമുണ്ട്. ഇപ്പോൾ ഗുരു സഞ്ചരിച്ച വഴികളെ കണ്ടെത്താൻ നമുക്ക് കുറച്ചൊക്കെ അല്പമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ വഴികൾക്കൊക്കെ ഒരു കോമൺ സ്വഭാവമുള്ളത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഉദാഹരണമായി കുന്നുംപാറ ക്ഷേത്രം 1899 അവിടെ പ്രതിഷ്ഠ നടത്തിയ ഗുരു ആ സ്ഥലത്തെ കണ്ടെത്തുന്നത് തന്നെ ഒരു പ്രത്യേക മൊമെൻറ്റിലാണ്. ഗുരു അവിടെ ഒരു പ്രതിഷ്ഠ നടത്താൻ തന്നെ കാരണം ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ഇത് ഗുരുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. ഗുരു ഏക മുഖപ്രകൃതിയിലല്ല സഞ്ചരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കടപ്പുറത്ത് ഞാൻ സഞ്ചരിച്ചു, ഞാൻ നദീതീരങ്ങളിൽ സഞ്ചരിച്ചു, ഞാൻ കായൽ തീരങ്ങളിൽ വിശ്രമിച്ചു, മലയുടെ മുകളിൽ ഇരുന്നു, അല്ലെങ്കിൽ നദിയുടെ ഉള്ളിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ കുന്നുംപാറ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഗുരു സമുദ്രത്തെ കാണാനിരുന്നതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രമൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അർക്കബിംബം ഒരാർ ഉദിച്ചുയർന്ന പോലെ വിളങ്ങിയിടും. തൃക്കിരീട ജടക്കിട കരവങ്ങൾ അമ്പിളി തുമ്പയും. അത് എനിക്ക് തോന്നുന്നത് കുന്നുംപാറ ക്ഷേത്രത്തിൻ്റെ മുകളിലിരുന്നാലേ ഈ വരികളുടെ സൗന്ദര്യം നമുക്ക് പിടികിട്ടൂ. അർക്കബിംബം ഒരാർ ഉദിച്ചുയരുന്ന പോലെ വിളങ്ങിടും, തൃക്കിരീട ജടക്കിട കരവങ്ങൾ അമ്പിളി തുമ്പയും. പിന്നീട് ഈ കുന്നുംപാറയുടെ മുകളിലിരുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്, കുമാരനാശാന് നെടുമങ്ങാടിനടുത്ത് അമ്മാംപാറയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഷിനിലാൽ ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. ഗരിസപ്പാരുവി അഥവാ ഒരു വനയാത്ര എന്ന പേരിൽ കുമാരനാശാൻ്റെ കവിതയുടെ തലക്കെട്ട് തന്നെ ഇട്ടിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ഷിനിലാലിൻ്റെ ഒരു കഥയുണ്ട്. മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ച് വലിയ വായനയുണ്ടായി ആ കഥയ്ക്ക്. ഈ കഥ കൂടി ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇതേ അമ്മാംപാറയിൽ വെച്ച് പ്രകാശനം നടന്നപ്പോൾ അന്ന് ഷിനിലാൽ എന്നോട് അത് പ്രകാശിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഷിനിലാലിൻ്റെ അമ്മ പ്രകാശിപ്പിക്കട്ടെ, ഞാനത് ഏറ്റുവാങ്ങി. അന്ന് പ്രകാശനം കഴിഞ്ഞിട്ട് വർത്തമാനം പറയുമ്പോൾ സത്യത്തിൽ അന്ന് ഈ ശ്ലോകം അവിടെ ചൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ നാവിൽ വളരെ സ്വാഭാവികമായി ഈ വരി തന്നെ വരും, അർക്കബിംബം ഒരാറ് ഉദിച്ചുയരുന്ന പോലെ. പിന്നീട് ഷിനിലാൽ പറയാറുണ്ടായിരുന്നു, പിന്നീട് എന്നെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഈ അർക്കബിംബം ഒരാറ് ഉദിച്ചുയരുന്ന പോലെ കോണ്ടക്സ്റ്റിൽ ഞാനിങ്ങനെ വിരല് ചൂണ്ടി നിന്ന് പറയുന്നു. ഞാൻ ആ സന്ദർഭത്തിൽ കുന്നുംപാറയുടെ മണ്ടയ്ക്കാണ്, അമ്മാംപാറയുടെ മുകളിൽ നിൽക്കുന്ന ഞാൻ കുന്നുംപാറയുടെ മുകളിൽ നിന്ന് അപ്പുറത്തെ കോവളത്തെ സമുദ്രത്തെ കാണുകയാണ് എന്ന പ്രതീതിയിൽ ഈ കവിതയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതാണ് ഗുരുവിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു കാവ്യാത്മകത. അത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ നടത്തിയ ഒരു സഞ്ചാരത്തിൻ്റെ ഓർമ്മയെ പറഞ്ഞുകൊണ്ടാണ്. അതൊരു പക്ഷേ അതിൻ്റെ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും മുക്തനല്ല. അതിനെക്കുറിച്ച് നമുക്ക് കോട്ടുകോയിക്കലിൻ്റെ പുസ്തകത്തിൽ ഒരു സഞ്ചാരം എന്ന പേരിൽ വിശദമായി വായിക്കാൻ പറ്റും. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ, അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. ഞാനങ്ങ് ചുരുക്കുകയാണ്, വണ്ടി സ്റ്റേഷനിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ഒരു സഞ്ചാരം എന്ന പേരിൽ കോട്ടുകോയിക്കൽ എഴുതിയത് അത്രയും രസകരമായ വിവരണമാണ്. ഈ പുസ്തകം കൊണ്ടു നടന്നാണ് ഞാൻ അവിടെ ഒക്കെ സഞ്ചരിച്ചത്. വിദ്യാനന്ദ സ്വാമികൾ എഴുതുകയാണ്, 70ാമത്തെ സ്വാമി തിരുനാൾ കഴിഞ്ഞ ഉടനെ സ്വാമികൾ 927 സെപ്റ്റംബർ 4 വർക്കല നിന്ന് അന്ന് അംബാസമുദ്രത്തിലേക്ക് പോയി. ഞാൻ തുടങ്ങിയത് ശിവാനന്ദ ലഹരിയിലെ ഒരു ശ്ലോകം പറഞ്ഞിട്ടില്ലേ, ഇനി വനത്തിലോ കാട്ടിലോ സമുദ്രത്തിലോ ജലത്തിലോ അർക്കനിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ ശംഭോ, അങ്ങയുടെ ചുവട്ടിലിരിക്കുന്ന ആളാണ് പരമഹംസൻ. അംബാസമുദ്രത്തിലേക്ക് ഗുരു ചെല്ലുന്നു. ഈ സഞ്ചാരത്തിനുണ്ടായ കാരണത്തെപ്പറ്റി ഞാനിപ്പോൾ എഴുതുന്നില്ല. ഗുരു അംബാസമുദ്രത്തിലെ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്നു, ഞാനും ചെന്നു. എനിക്ക് ഗുരു എവിടെയാണ് നിന്നതെന്ന് കണ്ടുപിടിക്കുന്നു, പറ്റുന്നില്ല. ഒരു രേഖയിലും അത് എഴുതി വച്ചിട്ടില്ല. പക്ഷേ നമ്മൾ തീവ്രമായ ധ്യാനത്തിലൂടെ ഗുരു ഇവിടെ ആവില്ലേ, ഗുരു അവിടെ ആവില്ലേ, നമ്മൾ കണ്ടെത്തുന്നു. അംബാസമുദ്രത്തിലെ ശിവക്ഷേത്രം അപാരമായ നിർമ്മിതിയാണ്. അതിൻ്റെ കരയിലാണ് താമ്രപർണി നദി. ആ നദി ഒഴുകി ഇവിടെ ഈ ഇനയത്തിനടുത്ത് അറബിക്കടലിലാണ് വന്ന് ചേരുന്നത്. ആ താമ്രപർണിയുടെ കുത്തൊഴുക്കിന് മുന്നിൽ ഗുരു അനേക ദിവസങ്ങൾ തങ്ങി. തൃപ്പാദങ്ങളോടൊന്നിച്ച് സംഗീതസ്വാമി, തിരുപ്രക്കുണ്ഠം ശാന്തലിംഗസ്വാമി, ഹനുമാൻഗിരി സ്വാമികൾ. ഈ ഹനുമാൻഗിരി സ്വാമിയാണ് 1ാം സിലോൺ യാത്രയിൽ ഗുരുവിൻ്റെ ഒരു പക്ഷേ അംബാസഡറായി പ്രവർത്തിച്ചത്. ഹനുമാൻഗിരി സ്വാമികൾ
ശംഖുഭക്തൻ. ശംഖുഭക്തൻ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയതേ കഴിക്കൂ. ശംഖുഭക്തൻ ആണ് ഗുരുവിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പം ശംഖുഭക്തൻ ഉണ്ടാക്കിയതാണ് ഗുരു കഴിക്കുന്നത്. പക്ഷെ ശംഖുഭക്തനൊരു പ്രത്യേകത, മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് ശംഖുഭക്തൻ കഴിക്കില്ല. ശംഖുഭക്തൻ ഉണ്ടാക്കുന്നതേ ശംഖുഭക്തൻ കഴിക്കും. ഇതൊക്കെ വളരെ രസകരമാണ്. ഗുരു ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരമൊക്കെ വളരെ നർമ്മോക്തികൾ നിറഞ്ഞതാണ്. ഇപ്പം ആരെങ്കിലും ശംഖുഭക്തനോട് ഭക്ഷണം വേണമെന്ന് ഗുരു തന്നെ പറയും, ശംഖുഭക്തൻ കഴിക്കുകയില്ല. ശംഖുഭക്തൻ അദ്ദേഹം ഉണ്ടാക്കിയത് മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. എന്തൊരു നിഷ്ഠയാണ്! അപ്പോൾ ശംഖുഭക്തൻ തനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ നിഷ്ഠയോടെയാണ് ഗുരുവിന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. കാരണം ശംഖുഭക്തനേക്കാൾ നിഷ്ഠയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഗുരുവിന്. വെള്ളത്തിൻ്റെ ശുചി വരെ ഗുരു കൃത്യമായി അളക്കും. എന്തിന്? ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ തുണി മറ്റൊരാൾ കഴുകിയിട്ടാൽ ആ തുണിയിലേക്ക് വന്ന് അലയ്ക്കുന്ന കാറ്റിൽ മാലിന്യങ്ങളുണ്ടോ എന്ന് പോലും ഗുരു നിരന്തരമായി ശ്രദ്ധിച്ചിരുന്നു. ഒരു വീട്ടിൽ അദ്ദേഹം തങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകി അയലിട്ടല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞത് അവിടെ നിന്ന് മാറ്റണം, അവിടെ നിന്ന് മാറ്റി വേറൊരിടത്ത് കൊണ്ടിട്ടു. അപ്പോൾ പറഞ്ഞു അവിടെയും പറ്റത്തില്ല, മാറ്റണം. അപ്പോൾ പറഞ്ഞു ഇവിടെ എല്ലാം വെയിലുണ്ടല്ലോ, പിന്നെന്താ സ്വാമി? അല്ല, ഇങ്ങോട്ട് മാറ്റിയിടണം, തുണി ഇങ്ങോട്ട് മാറ്റിയിട്ടു. അതിൻ്റെ കാരണം ഗുരു പറയുകയാണ്, അവിടെ മൂത്രത്തിൻ്റെ സാന്നിധ്യമുള്ള കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു വൈദ്യൻ്റെ നിഷ്ഠയും കൂടെ. നമ്മൾ സത്യത്തിൽ ഇതൊന്നും പാലിക്കുന്നില്ലല്ലോ. കൃത്യമായി വായുവിൽ മൂത്രാണുക്കളുടെ സാന്നിധ്യമുണ്ട് എന്നുവരെ ശ്രദ്ധിക്കുന്ന അത്ര ജാഗ്രത ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഒരാളെക്കുറിച്ച്. അപ്പം ദർശനത്തിൻ്റെ ഉയരം മാത്രമല്ല, ജീവിതത്തിൻ്റെ വൃത്തിയിലും അത്രമേൽ സൂക്ഷ്മമായി ധ്യാനിച്ചിരുന്ന ഒരാൾ. ഗുരു ഈ താമ്രപർണി നദിയിൽ നമുക്കവിടെ ചെന്നിരിക്കാൻ പറ്റും. കുത്തൊഴുകുന്ന പുഴ, സംഗീതം പറയുന്ന പുഴ. അവിടെ നിന്ന് തിരുപ്രക്കുണ്ട്രത്തേക്ക് സ്വാമികൾ യാത്രയായി. അപ്പം തിരുപ്രക്കുണ്ട്ര ആശ്രമത്തിൽ ചെന്ന ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ കെയർ ടേക്കർക്ക് എന്നെ പരിചയമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം അവിടെ തങ്ങിക്കോട്ടെ, ആശ്രമത്തിൽ വലിയ സൗകര്യമൊന്നുമില്ല. പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ ഇവിടെ തങ്ങാം. ഞാൻ സ്വാമികളെ വിളിച്ചു. സ്വാമികൾ എന്നോട് പറഞ്ഞു അവിടെ വലിയ സൗകര്യം ഉണ്ടോ എന്ന് സംശയമാണ്, അവിടെ മതിയോ? ഞാൻ പറഞ്ഞു. എന്നിട്ട് സ്വാമികൾ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു. വലിയ വരവേൽപ്പായിരുന്നു. പിന്നെ ഭക്ഷണം ഒരുക്കുന്നു, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. പക്ഷേ ആശ്രമം ഒരു വലിയ സ്ഥലമല്ല. ശാന്തലിംഗ സ്വാമികളുടെ ആ ആശ്രമത്തിൽ ഒരു രാത്രി തങ്ങുന്നു. ഞാൻ ആലോചിക്കുകയാണ്, എന്തൊരു സുഖകരമായ വാസമായിരുന്നെന്നറിയാം ഒരു ദിവസം. ആ ശാന്തത, ആ സമാധാനം. ഗുരു ഇരുന്ന സ്ഥലമാണ്. അതിൻ്റെ മുറ്റത്തെ കാളിയെക്കുറിച്ച് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തിരുപ്രക്കുണ്ട്രത്തെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് കാളിയമ്മ, കോലം വരയ്ക്കുന്ന മാവ് വിൽക്കുന്ന കാളിയമ്മ. ആ കാളിയമ്മ ഗുരുവിനെ കണ്ടിട്ടില്ല, ഗുരുവിനോട് സംസാരിച്ചിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരു പുസ്തകവും കാളിയമ്മ വായിച്ചിട്ടില്ല. പക്ഷെ ആ കാളിയമ്മയുടെ മനസ്സിൽ ഇന്ന് ഏറ്റവും വലിയ ദീപം ശ്രീനാരായണ ഗുരുവാണ്. ഈ ആശ്രമത്തിലെ ഗുരു പൂജയ്ക്ക് കാളിയമ്മ എത്തുന്നു, ഗുരുവിനെ തൊഴുന്നു. കാളിയമ്മ പറയുന്നു, സങ്കടം വരുമ്പോഴെല്ലാം ആശ്രമത്തിൽ പോയി അത് പറയുന്നു. ഈ തിരുപ്രക്കുണ്ട്രത്തെ ആശ്രമത്തിന് പിറകിൽ ഒരു മഹാശില നാം കാണുന്നു. ഈ ശിവശതകത്തിലെ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ 58-ാമത്തെ ശ്ലോകം, മലമുകളിൽ നിന്ന് വരുന്നൊരു പാറ പോൽ മുലകുടി മാറിയ നാൾ മുതൽ മാനസം. ഈ തിരുപ്രക്കുണ്ട്രത്തെ ശിലയും ഇതിനെ ഉപമിക്കാൻ പറ്റില്ല. എന്നാൽ പോലും മലമുകളിൽ നിന്നൊരു മഹാശില, ഒരുപക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശില തിരുപ്രക്കുണ്ട്രത്തെ ശിലയാണ്. ഒറ്റ ശിലയാണോ അതല്ല 2 ശിലയാണോ? ഒരു മല മുഴുവനൊരു ശില. ആ ശിലയിലെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഈ മൂർക്കോത്തിനെ വായിച്ച അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഗുരു തിരുപ്രക്കുണ്ട്രം ആശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ മുട്ടയരശ് എന്ന് പറയുന്ന ഒരു വനത്തിലേക്ക് തപസ്സിന് പോയതായി പറയുന്നു. ഏതാണ് ഈ മുട്ടയരശ്? പലർക്കും അതറിയില്ല. അപ്പോൾ ഒരു ജ്ഞാനവൃദ്ധൻ പറഞ്ഞു, എനിക്കറിയാം, അത് ഈ വലിയ മലയുടെ അപ്പുറത്തെ സ്ഥലമാണ് മുട്ടയരശ്. ഗുരു കണ്ടെത്തിയതാ. ഏതോ രാത്രിയിൽ ഗുരു അവിടെ നിന്ന് ഇറങ്ങി നടന്ന് മുട്ടയരശിലേക്ക് ചെല്ലുന്നു. ആ മുട്ടയരശ് തപ്പിപ്പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ പഴയ കാട് അവിടെയില്ല. ആ പഴയ പല മന്ദിരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അവിടുത്തെ ക്ഷേത്രവും ഉള്ളിടത്തോളം മന്ദിരങ്ങളും ചെറിയൊരു വനപ്രകൃതിയും ഇപ്പോഴും അവശേഷിക്കും. അവിടെ അകത്തിയർ കുളം എന്ന പേരിൽ നമുക്കൊരു കുളം കാണാം. തുള്ളി ജലമില്ല. പക്ഷേ ഗുരു ധ്യാനിച്ച കാലത്ത്
ആ കുളത്തിൽ ജലമുണ്ടായിരുന്നിരിക്കാം. ചോളകാലത്ത് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്ന ആ കുളത്തിൻ്റെ കരയിൽ ശ്രീനാരായണൻ ധ്യാനനിരതനായിരുന്നു. ഗുരുവിൻ്റെ പിന്നാലെ ശിഷ്യസമൂഹം ചെന്നു. ഇതാണ് ഗുരുവിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത. അവിടുന്ന് അദ്ദേഹം തിരുപ്രക്കുണ്ട്രത്തുനിന്ന് മധുരയ്ക്കൊരു 10 മൈൽ അപ്പുറമുള്ള തിരുഏടകം ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നു. ആ തിരുവേടകം ക്ഷേത്രത്തിലെ അനുഭവത്തെക്കുറിച്ച് മറ്റു ചിലയിടത്ത് പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ ഗുരു ചെന്നിട്ടാണ് ഗുരു പറഞ്ഞത്, നാം ഇനി മലയാള രാജ്യത്തിലേക്ക് വരുന്നില്ല, ഇവിടെ തന്നെ ഞാൻ തുടരാൻ പോവുകയാണ്, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളു. അതിന് കാരണമായ ഗുരുവിൻ്റെ ഒരു പിണക്കത്തെക്കുറിച്ചും വിദ്യാനന്ദ സ്വാമി എഴുതുന്നുണ്ട്. ഗുരുവിൻ്റെ ശിഷ്യർ കാണിച്ച അനവധാനത, സൂക്ഷ്മതക്കുറവ് ഗുരുവിൽ വല്ലാത്ത സങ്കടമുണർത്തിച്ചതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കൊള്ളു. വൈഗാനദിയിലെ ജലപ്പരപ്പിൽ മണ്ണ് കുഴിച്ച് സ്വാമികൾ ഗുരുവിന് ശുചിയാവാനുള്ള ജലം കണ്ടെത്തിയതും അദ്ദേഹത്തിൻ്റെ ആ കിണ്ടിയിൽ ജലം ശേഖരിച്ചു കൊടുത്തതും ഗുരു മഴ നനഞ്ഞതും മറ്റൊരു വസ്ത്രം ഉടുക്കാനില്ലാതെ ഒരു മരച്ചുവട്ടിൽ ഗുരു തണുത്ത് വിറച്ചു നിന്നതും വസ്ത്രവുമായി മഴയ്ക്ക് ശേഷം ശിഷ്യർ എത്തിച്ചേർന്നതും ഗുരുവിൻ്റെ മുഖം വല്ലാതെ അസ്വസ്ഥമായി തീർന്നതിനെക്കുറിച്ച് വൈകാരികമായി പറയുന്നുണ്ട്. ഞാൻ ആ മരം അന്വേഷിക്കുകയായിരുന്നു. ആ മരം എവിടെയാണ്? വൈഗാനദിക്കരയിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു, വൈഗാനദിയെ, എനിക്ക് നീ ആ മരത്തെ കാട്ടിത്തരും. വൈഗാനദിക്കരയിൽ തിരുവേടകത്തിൻ്റെ മിത്ത് മുഴുവൻ പറയുന്നൊരു ശില്പം കൊത്തിവെച്ചിട്ടുണ്ട്. തിരിജ്ഞാന സംബന്ധരുടെ ഏട് മത്സ്യങ്ങൾ കൊത്തിക്കൊണ്ടുവന്ന് ഗണപതിക്ക് കൊടുത്ത് ഗണപതി അതെടുത്ത് ശിവനും പാർവതിക്കും കൊടുത്തതിൻ്റെ ഒരു ശില്പം ഈ വൈഗാനദിക്കരയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. സത്യം പറയണമല്ലോ, ഗുരു എത്തിച്ചേർന്ന കാലത്തിൻ്റെ വൃത്തിയൊന്നും ഇപ്പോഴവിടെ ഇല്ല. പക്ഷെ നമുക്കതൊന്നും ഒരു വിഷയമേ അല്ല. വൈഗാനദിയെ, നീ പറയൂ, ഗുരു ഏത് മരച്ചുവട്ടിലാണ് നിന്നത്? അവിടെ നിന്നും ഒരു 3 മൈൽ ഇപ്പുറത്താണ് ഷോളവന്താൻ സ്റ്റേഷൻ. അത് നമ്മൾ മധുര ട്രെയിൻ കയറിയാൽ ഈ ഷോളവന്താൻ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആ സ്റ്റേഷനിൽ ഗുരു വന്ന് പരിഭവിച്ചിരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കടയ്ക്കാവൂർ സ്റ്റേഷനിൽ ഗുരു പരിഭവിച്ചിരുന്നിട്ടുണ്ട്. പഴയ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനായ ചാക്കയിലെ സ്റ്റേഷനിൽ ഗുരു പരിഭവിച്ചിരുന്നിട്ടുണ്ട്. ഗുരു പലയിടത്തും തൻ്റെ ശിഷ്യ സമൂഹത്തോട് പരിഭവിച്ച് ഇരുന്ന മൗനം നമുക്ക് തിരുഏടകത്തിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ ഷോളവന്താൻ സ്റ്റേഷനിലേക്ക് നാം ചെന്നിരിക്കേണ്ടി വരും. ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ ഇപ്പോൾ ഒരു വാക്യമായി പറയാനുള്ളൂ. അത് ജീൻ റിച്ചർ എന്നറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് ഗവേഷകൻ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്, വിശുദ്ധമായ ഭൂമിശാസ്ത്രം. ഈ വിശുദ്ധമായ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രാചീനമായ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. അവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യർക്കൊരു പക്ഷേ എത്തിച്ചേരാൻ കഴിയാത്ത ദുർഘടമായ ഏതെങ്കിലും ഒരു സ്ഥലത്താണ്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ഈ ആരാധനാലയങ്ങൾ തമ്മിലൊക്കെ എന്തോ ഒരു പരസ്പര ബന്ധമുണ്ട്. അതിനെയാണ് ജെയിൻ റീച്ച് വിശുദ്ധമായ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. സത്യത്തിൽ ശ്രീനാരായണൻ്റെ ദർശനത്തെ അന്വേഷിച്ചു പോകുന്നവർക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഗുരു സ്ഥാപിച്ചതും ഗുരു നിർമ്മിച്ചതും ഗുരു കണ്ടെത്തിയതുമായ സ്ഥലങ്ങൾ ഒരു പക്ഷേ പരസ്പര ബന്ധമില്ലാത്തതുപോലെ പലയിടത്ത് ചിതറി കിടക്കുകയാണ്. പക്ഷേ ഇവയെല്ലാം തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട്. നമ്മുടെ ശരീരം ഒരു ഏകരൂപത്തിലല്ല, പക്ഷേ ഈ നാഡികളും ഞരമ്പുകളുമെല്ലാം തലച്ചോറിലേക്ക് വന്ന് സന്ധിക്കുന്നത് പോലെ ശ്രീനാരായണൻ്റെ പാതകൾ ഒരു കേന്ദ്രത്തിലേക്ക് സന്ധിക്കുന്നു. ആ സന്ധിപ്പ് ഗുരു പറഞ്ഞതുപോലെ മനുഷ്യ നന്മയ്ക്കു വേണ്ടിയിട്ടുള്ള, ലോക നന്മയ്ക്കു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ചെറിയ മുദ്രകൾ മാത്രമാണ്. ഗുരു ഇതൊക്കെ നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോയിരിക്കുമായിരുന്നു? സത്യത്തിൽ നമുക്കങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇപ്പോൾ ഓരോ ആരാധനാലയങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം ആ ആരാധനാലയങ്ങൾ നിയന്ത്രിക്കുന്നവരുടേതാണ്. പക്ഷെ ഗുരുവിൻ്റെ ആരാധനാലയം അങ്ങനെയാണോ? ആർക്കും വന്നിരിക്കാൻ പറ്റുന്നത് സത്യത്തിൽ ഗുരു ഉണ്ടാക്കി വെച്ചതൊക്കെ ഉള്ളൂ. ഗുരു വന്ന് നിർമ്മിക്കുമ്പോഴെല്ലാം പറയും, ഇതിൽ വന്നിരിക്കേണ്ടവർ ഇവിടെ വന്നുകൊള്ളും. ഗുരു ഇത് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, ഗുരു അന്നം തരാൻ വകുപ്പുണ്ടാക്കി, നാം ആ അന്നം കഴിക്കുന്നു. ഗുരു തീർത്ഥാടനം ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ,
ഉണ്ടായിക്കൊള്ളും, ഭക്ഷണം ഉണ്ടായിക്കൊള്ളും, അതാ വഴിക്ക് വരും. അദ്വൈതാശ്രമം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ സന്ദേഹം പ്രകടിപ്പിച്ച ഒരാളോട് ഗുരു പറഞ്ഞു, പണമല്ലയോ കിടക്കുന്നത്, അത് വന്നുകൊള്ളും. ആ പണം വന്നു. വിദ്യാഭ്യാസം സ്ഥാപിക്കുമ്പോൾ ഗുരു പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് വന്നിരിക്കാൻ വിദ്യാശാലകൾ ഉണ്ടാവണം, പഠിക്കാൻ ലൈബ്രറികൾ ഉണ്ടാവണം. ഈ ഒരു ബോധ്യം വിശുദ്ധമായ ഭൂമിശാസ്ത്രത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപക്ഷെ പിൽക്കാലത്ത് സ്വാമി ജോൺ ധർമ്മതീർത്ഥ, ഈ ചെമ്പഴന്തിയുടെ ജോൺ ധർമ്മതീർത്ഥ എഴുതിയ വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗുരുദേവ് കോൾഡ് ദം നോട്ട് ടു ദ സെൽഫ് കണ്ടൻമെന്റ് ഓഫ് സക്സസ് ബട്ട് ടു ദ സാക്രിഫൈഡ് വിച്ച് വുഡ് ബി ദ മീൻസ് ഓഫ് സാൽവേഷൻ ഫോർ ഓൾ. എല്ലാവരുടെയും വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള മഹത്തായ ഒരു പ്രഖ്യാപനമാണ് ശ്രീനാരായണൻ തൻ്റെ ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും നമുക്ക് കാട്ടി തന്നത്. അതിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു പാത മാത്രമാണ് ഗുരുവിൻ്റെ അറ്റ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ചുരുക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.